ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചക്രവാതം, അധ്യായം 50. ആൻ്റപ്പൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നിന്ന് മുറ്റത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ആക്രോശിച്ചു. ഇറങ്ങി നിൽക്കാനല്ല, ഇറങ്ങിപ്പോകാനാ വന്നത്. അതിനു മുൻപ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ പറയുന്നേ. എന്നിട്ട് തിരിഞ്ഞ് ശൗരിക്കുട്ടി മുറ്റത്തു നിന്ന ഷീബ മേരിയെ കൈ കാട്ടി വിളിച്ചു. ഇങ്ങോട്ട് കയറി വാ. ഷീബ മേരി ഒരു നിമിഷം ശങ്കിച്ചു. ഡെന്നിച്ചനെ നോക്കി. കയറി ചെല്ലാൻ ഡെന്നിച്ചൻ കണ്ണു കാണിച്ചു. ഷീബ മേരി സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. ശൗരിക്കുട്ടിയുടെ സമീപത്തായി നിലയുറപ്പിച്ചു. അവൾക്ക് പേടിയുണ്ടായിരുന്നു. ശൗരിക്കുട്ടിയാണ് ആകെ ഒരു ബലം. ഇത് നിങ്ങളുടെ മോളാണല്ലോ. ഞങ്ങൾ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് കല്യാണം നടത്തി തരാമോയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇവളുടെ അപ്പനും അമ്മയും സമ്മതിച്ച നടത്തി തരാമെന്നാ. നിങ്ങൾക്ക് സമ്മതമാണോയെന്ന് ചോദിക്കാൻ വേണ്ടിയാ ഇവളെയും കൂട്ടി വന്നത്. സമ്മതമാണെങ്കിൽ നമുക്ക് പള്ളി വെച്ച് കല്യാണം നടത്താം. സമ്മതമില്ലെങ്കിലോ? പറയുന്നത് മുഴുവൻ കേട്ടിട്ട് മതി ഇങ്ങോട്ട് ചോദ്യം. നിങ്ങൾ കല്യാണത്തിന് സമ്മതിച്ചാൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ശത്രുതയും ഇവിടെ വെച്ച് തീർക്കാം. ശൗരിക്കുട്ടി ഷീബ മേരിയെ നോക്കിയിട്ട് തുടർന്നു. എന്തായാലും നിങ്ങളുടെ മോളിപ്പം ഡെന്നിച്ചേട്ടൻ്റെ പെണ്ണ. അതിനെ മാറ്റാനും മറിക്കാനും പറ്റത്തില്ല. കല്യാണം നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബന്ധക്കാരാ. ബന്ധക്കാർ തമ്മിൽ അടിപിടി നല്ലതല്ലല്ലോ. എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞോ. ദാ പെണ്ണിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. കല്യാണത്തിന് സമ്മതമല്ലെങ്കിൽ നീ എന്തോന്ന് ചെയ്യുമിടച്ചറ്റെ? ജോമോൻ പീറ്റർ വായ്ത്തല തിളങ്ങുന്ന കശാപ്പ് കത്തി പുറകിൽ പിടിച്ചുകൊണ്ട് വാതിൽ കടന്ന് സിറ്റൗട്ടിലേക്ക് വന്നു. തൊട്ടുപിറകെ പീറ്റർ ആൻ്റണിയും വന്നു. അവൻ്റെ കൈവശം കൈക്കോടാലിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ശത്രുക്കളാ പീറ്ററെ. ആ ശത്രുത ഇല്ലാതാക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. എന്നോട് ശത്രുത ഇല്ലാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്, എനിക്കല്ല. ശത്രുക്കളായിട്ടിരുന്ന നീ എന്തോ ചെയ്യുമിടാ ഞങ്ങളെ? ജോമോൻ പീറ്റർ വെല്ലുവിളിക്കും പോലെ ചോദിച്ചു. എടാ, നിന്റെ അപ്പൻ്റെയും നിന്റെ അനിയൻ്റെയും 2 വാരിയൽ വെച്ച് ഞാനങ്ങ് ചവിട്ടി ഓടിക്കും. എന്നാ നീ ചവിട്ടി ഓടിക്കടാ, കാണട്ടെ. ഇപ്പം ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. എപ്പം ചെയ്യുമെന്ന് ഇപ്പം എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ചെയ്യും. അതിൻ്റെ കാര്യം എന്താന്ന് വെച്ചാൽ എൻ്റെ വല്യമ്മച്ചിയുടെ 2 വാരിയൽ നിങ്ങൾ ചവിട്ടി പൊട്ടിച്ചു. എടാ, നമ്മൾ ആണുങ്ങൾ തമ്മിലാണെങ്കിൽ അതിലൊരന്തസ്സുണ്ട്. 75 വയസ്സ് കഴിഞ്ഞ തള്ളേനെ നിലത്തിട്ട് ചവിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നിന്നെയൊക്കെ ജീവനോടെ വെച്ചേക്കാൻ കൊള്ളാവോ? ചവിട്ടി ഓടിച്ചെങ്കിൽ കണക്കായിപ്പോയി. ഇനിയും ചിലപ്പോൾ ചവിട്ടിയെന്നിരിക്കും. ജോമോൻ പീറ്റർ കശാപ്പ് കത്തിയുടെ പിടിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി നീ നിന്റെ ജീവിതത്തിൽ ചവിട്ടത്തില്ല ജോമോനെ. നിന്റെ തള്ളയുടെ നട്ടല് ചവിട്ടി ഓടിക്കാൻ അറിയാഞ്ഞിട്ടല്ലടാ. ശൗരിക്കുട്ടി പെണ്ണുങ്ങളുമായിട്ട് അടിപിടിക്കില്ല. അതൊക്കെ എനിക്ക് നാണക്കേടാ. അതുകൊണ്ടാ. അതിന് പകരമാ നിങ്ങളുടെ 3 പേരുടെയും 2 വാരിയല് വീതം മതിയെന്ന് വെച്ചത്. എന്തിനാ 3 പേരുടെയും വാരിയല് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ 1 വെച്ചാൽ 3 എൻ്റെ ഒരു കണക്ക്. നീ ഇങ്ങോട്ട് വാടാ ചവിട്ടി ഓടിക്കാൻ, പീറ്ററും വെല്ലുവിളിച്ചു. അങ്ങനൊന്നും വിളിച്ചാൽ വരത്തില്ല ശൗരിക്കുട്ടി. ഞാൻ നിങ്ങളെ ശിക്ഷിക്കേണ്ട സമയം നിങ്ങളല്ല നിശ്ചയിക്കണത്, ഞാനാ. കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നമ്മൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഇപ്പം ഉണ്ടാകുന്നില്ലെങ്കിൽ വേറൊരു കടം കൂടി ബാക്കി കിടപ്പുണ്ട്. ഡെന്നിച്ചേട്ടനെ ചെല്ലിക്കടപ്പുറത്തിട്ട് തല്ലി ചതച്ചതിൻ്റെ ആ കടം കൂടെ ഞാൻ വീട്ടിൽ കഴിയുമ്പം നിങ്ങളുടെ കച്ചവടം പൂട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. നിന്റെ കച്ചവടം ഞങ്ങളിപ്പം തന്നെ പൂട്ടിച്ചാക്കാമടാ എന്നലറിക്കൊണ്ട് കശാപ്പ് കത്തി വീശി ജോമോൻ മുന്നോട്ട് കുതിച്ചതും ശൗരി ഷീബ മേരിയെ പുറം കൈകൊണ്ട് പിന്നോട്ട് തള്ളി മാറ്റിയതും ഒപ്പം കഴിഞ്ഞു. ഇടതുഭാഗത്തു നിന്ന് കൈക്കോടാലിയുമായി പീറ്റർ ആൻ്റണിയും ചാടി വീണു. ഒന്ന് കണ്ണ് ചിമ്മി തുറന്ന് ജോമോൻ പീറ്റർ നോക്കുമ്പോൾ ശൗരിയുടെ കക്ഷത്തിലാണ് കശാപ്പ് കത്തി വീശിയ തൻ്റെ കൈയ്യ്. ഇടതുവശത്തു നിന്ന് പീറ്റർ ശൗരിയുടെ കഴുത്തിലാക്കാക്കിയാണ് കൈക്കോടാലിക്ക് വെട്ടിയത്. ശൗരി ഒന്ന് പുളഞ്ഞു ഞെരിഞ്ഞു. കൈക്കോടാലി ശൗരിക്കുട്ടിയുടെ വലത്തെ കക്ഷത്തിലുമായി. എടാ എന്നലറി വിളിച്ച് ഇടിക്കാൻ കയ്യോങ്ങി വന്ന ആൻ്റപ്പൻ്റെ കൊഴുത്ത വയറിൽ പതിഞ്ഞ ചവിട്ടി ഊന്നലിൻ്റെ ഊക്ക് ആൻ്റപ്പൻ്റെ സകല ബാലൻസും തെറ്റിച്ച് സിറ്റൗട്ടിൻ്റെ ചുമരിൽ കൊണ്ടുപോയി ഇടിച്ചു നിർത്തി. ചുമരും വാതിലും ജനാല ചില്ലകളും വിറകൊണ്ടു. കൈക്കോടാലിയും കശാപ്പ് കത്തിയും ശൗരിക്കുട്ടിയുടെ കയ്യിലായി. ഉളുക്കിത്തിരിഞ്ഞുപോയ കൈ പൊത്തിപ്പിടിച്ച് പീറ്ററും ജോമോനും കോൺക്രീറ്റ് തൂണുകളിലേക്ക് ചാരി. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നല്ലോ. നിങ്ങളുടെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ മതി. ഇന്ന് രാത്രി 12 മണി വരെയുള്ളൂ കാലാവധി. സമയം കഴിഞ്ഞാൽ പിന്നെ ഒരപേക്ഷയും സ്വീകരിക്കത്തില്ല. ശൗരിക്കുട്ടി തിരിഞ്ഞ് ഷീബ മേരിയോട് പറഞ്ഞു. പോകാം. അവൻ ഷീബ മേരിയെയും കൂട്ടി മുറ്റത്തേക്കിറങ്ങി. അവിടെ തിരിച്ചിട്ടിരുന്ന മഹീന്ദ്ര പിക്കപ്പിൽ 3 പേരും കയറി. ശൗരിക്കുട്ടി അത് ഓടിച്ച് ചെല്ലിക്കടപ്പുറത്തേക്ക് പോയി.
എമിലി ജാനറ്റിൻ്റെ മുടിയിൽ എണ്ണ പുരട്ടി ചീകി ജട വിടർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിക്കപ്പ് ഇരമ്പിക്കൊണ്ട് ചെന്നത്. റോഡരികിൽ പിക്കപ്പ് നിന്നു. ശൗരിക്കുട്ടി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ചാടിയിറങ്ങി. ഡെന്നിച്ചനും ഷീബ മേരിയും ഇറങ്ങി വന്നു. ശൗരിക്കുട്ടി അവരുടെ ബാഗും സൂട്ട്കേസും എടുത്ത് തിണ്ണയിൽ വെച്ചു. അമ്മ, അവൻ എമിലിയെ വിളിച്ചു. എമിലിയും ജാനറ്റും എഴുന്നേറ്റ് നിന്ന് അവരുടെ വരവ് കണ്ടു. ഷീബ മേരിയും ഡെന്നിച്ചനും. അമ്മ, ഇവരെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോയാട്ട്. ഇനി ഇവരെങ്ങോട്ടും പോണില്ല, ഇവിടെ തന്നെയാ താമസം. എമിലി പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. ഷീബ മേരിയുടെ കൈ പിടിച്ച് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ജാനറ്റ് ആരാധനയോടെ ശൗരിക്കുട്ടിയെ നോക്കി. ചേച്ചി വിഷമിക്കണ്ട, ചേച്ചിയെയും ഞാൻ ഇതുപോലൊരു വീട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുത്തോളാം, ശൗരിക്കുട്ടി പറഞ്ഞു. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. ജാനറ്റിന് നാണം വന്നു. പറയാതെ തന്നെ ചെയ്യുമെന്നാ പറഞ്ഞത്. ശൗരിക്കുട്ടി ജാനറ്റിൻ്റെ തലയിൽ തട്ടി. അവൾ അവൻ്റെ നേർക്ക് പുഞ്ചിരി തൂകി. ഷീബ മേരിയെയും ഡെന്നിച്ചനെയും കാണാനും സംസാരിക്കാനും അയൽക്കാരി പെണ്ണുങ്ങൾ വന്നും പോയുമിരുന്നു. രാവിലെ കടലിൽ പണിക്ക് പോയ ഫ്രാങ്കോയും ഡാനിയലും അധികം വൈകാതെ തിരിച്ചു വരുന്നത് കണ്ടപ്പോഴേ ലീനാമ്മ ഊഹിച്ചു, ഇന്നും വള്ളം ഇറക്കിയിട്ടില്ല, കടലിൽ പണിയില്ല. വർഗീസിയേട്ടൻ പറഞ്ഞത് എന്നും കടലിൽ പോയിട്ട് പണിയില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്നാണ്. ഫ്രാങ്കോ പറഞ്ഞു. പണിയില്ലാണ്ട് എങ്ങനെ ജീവിക്കും? ലീനാമ്മ പരിതപിച്ചു. എന്താണ് രക്ഷപ്പെടാൻ മാർഗമെന്ന് ഫ്രാങ്കോയ്ക്കും അറിഞ്ഞുകൂടാ. മക്കൾ ഒന്നും രണ്ടുമല്ല, 3 പേരാണ്. എല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ട്. കാലത്തിൻ്റെ തികവിൽ ഡാനിയലും ഒരു കല്യാണം കഴിക്കുകയുണ്ടായി. 2 കുഞ്ഞുങ്ങളും ജനിച്ചു. മൂത്ത കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇളയവൾ നഴ്സറി പാട്ട് മൂളി നടക്കുന്നു. അടുത്ത കൊല്ലം അതിനെയും സ്കൂളിൽ ചേർക്കണം. കല്യാണം കഴിച്ചതാണ് താൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമെന്നാണ് ഡാനിയലിൻ്റെ മനസ്സിലിരിപ്പ്. എല്ലായ്പ്പോഴും തൻ്റെ കഴിവുകേടുകളെ കുറ്റം പറയുന്ന, എന്തു കൊടുത്താലും തൃപ്തിയില്ലാത്ത ഒരു ഭാര്യയും സദാ കരച്ചിലും ആവലാതികളുമുള്ള 2 കുഞ്ഞുങ്ങളുമാണ് കല്യാണം കഴിച്ചതുകൊണ്ട് നിർമ്മിതമായ ഉൽപ്പന്നങ്ങൾ. വേണ്ടായിരുന്നെന്ന് ഡാനിയൽ കാണുന്നവരോടെല്ലാം പറയും. പഴയ ജീസസ് വള്ളം കടപ്പുറത്തിരുന്ന് ജീർണിക്കാൻ തുടങ്ങിയിട്ട് വർഷം 6 കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് കടൽക്ഷോഭത്തിൽപ്പെട്ട് സാരമായ കേടുപാടുകൾ സംഭവിച്ച വള്ളം പിന്നീട് പുതുക്കിപ്പണിത് ഇറക്കാൻ കഴിഞ്ഞില്ല. കടലിൽ നഷ്ടപ്പെട്ടു പോയ എഞ്ചിനും വലയും വീണ്ടു കിട്ടിയതുമില്ല. ഇനി ജീസസ് വള്ളം കേടുപോക്കി കടലിൽ ഇറക്കാൻ കഴിയുമെന്ന വ്യാമോഹമൊന്നും ഫ്രാങ്കോയ്ക്കും ഡാനിയലിനുമില്ല. പുതിയ വള്ളം വാങ്ങുന്നതാണ് അതിനേക്കാൾ ലാഭകരം. പക്ഷേ പുതിയ വള്ളത്തിന് ലക്ഷക്കണക്കിന് രൂപ വേണം. അതിനാവശ്യമായ വലകളും എഞ്ചിനുകളും വാങ്ങാൻ പിന്നെയും 10,000 ചെലവിടണം. ഫ്രാങ്കോയും ഡാനിയലും ആ മോഹം പണ്ടേ ഉപേക്ഷിച്ചു. കാവുങ്കൽ എന്ന വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളായി കടലിൽ പോകാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായി. അന്നന്നത്തെ ചെലവ് കഴിഞ്ഞു പോകാനുള്ള വക പോലും കിട്ടുന്നില്ല. മിക്ക ദിവസങ്ങളിലും വള്ളം ഇറക്കാറില്ല. 4-5 ദിവസം തുടർച്ചയായി മീനില്ലാതെ കരയ്ക്ക് തിരിച്ചു വരുമ്പോഴേക്കും വള്ളമുടമയുടെ പോക്കറ്റും കീറും. മണ്ണെണ്ണയും ചെലവ് കാശും എല്ലാം കൂടി 5,000 രൂപയോളം വേണം ഓരോ ദിവസവും കാണാപ്പൊന്ന് തേടി കടലിലേക്കുള്ള യാത്രയ്ക്ക്. കഴിഞ്ഞ വാരം 3 ദിവസം കടലിൽ പോയിട്ട് കറിക്കുള്ള മീൻ പോലും കിട്ടിയില്ല. കടല് കരിഞ്ഞു കിടക്കുകയാണ്. പിന്നെന്നാ ചെയ്യും? ഫ്രാങ്കോ ഭാര്യയുടെ മുന്നിൽ കൈമലർത്തി. 100 കണക്കിന് വള്ളങ്ങളും ഫിഷിംഗ് ബോട്ടുകളും വന്ന് ദിവസവും കോരിക്കൊണ്ടിരിക്കുകയാണ്. എവിടുന്ന് മീൻ വരും? ഫാക്ടറിയൊന്നുമല്ലല്ലോ കടല്. വർഗീസ് ചേട്ടനോട് കുറച്ച് പൈസ കടം ചോദിച്ചൂടായിരുന്നോ? ഇവിടെ ഒന്നുമില്ലെന്ന്. 2 രൂപയ്ക്ക് കിട്ടുന്ന അരി മാത്രം ഇരിപ്പുണ്ട്. അത് മതിയോ ഒരു കുടുംബം കഴിയാൻ? വർഗീസ് ചേട്ടന് അങ്ങോട്ട് പൈസ കൊടുക്കാൻ കിടക്കുകയാണ്. മൂപ്പര് ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങണമെന്ന് പറഞ്ഞ് നടക്കാണ്. പണിയില്ലാണ്ട് പൈസ എവിടുന്ന് കിട്ടാനാ? ചെല്ലിക്കടപ്പുറത്തെ വള്ളങ്ങളെല്ലാം തന്നെ പണിയില്ലാതെ ബുദ്ധിമുട്ടിലാണ്. മിക്കവാറും എല്ലാ കടപ്പുറങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. എല്ലാവരും തന്നെ പഴയ കാലത്തിൻ്റെ സമൃദ്ധി അയവിറക്കി വെറുതെ ഇരിപ്പാണ്. കടലിൽ മീനില്ല എന്നാണ് പല്ലവി. കടലിൽ മീനില്ലാത്തതല്ല, പഴയ കാലത്തേക്കാൾ 10 ഇരട്ടിയാണ് മത്സ്യബന്ധനത്തിനുള്ള വള്ളങ്ങളും ബോട്ടുകളും മറ്റ് മത്സ്യബന്ധന ഉപാധികളുമെന്ന് മിക്കവരും മറന്നുപോകുന്നു. കമ്പോളത്തിൽ മത്സ്യ ഉപഭോക്താക്കളുടെ എണ്ണവും 10 ഇരട്ടിയാണ്. മനുഷ്യൻ്റെ അത്യാർത്തിക്കും വർഷം തോറും ഇരട്ടിക്കുന്ന ഉപഭോഗത്തിനുമനുസരിച്ച് മീൻ ഉൽപ്പാദിപ്പിക്കാൻ കടലിനറിഞ്ഞുകൂടാ. സെമിത്തേരിയിലെ മഞ്ഞപ്പൂക്കൾ കൊഴിക്കുന്ന വാഗമരത്തിൻ്റെ ചുവട്ടിൽ ശൗരിക്കുട്ടി കാലത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് കണ്ണു നട്ടുനിന്നു. അവൻ്റെ മനസ്സിൻ്റെ കണ്ണാടിയിൽ കൂടി 100 കണക്കിന് മായാദൃശ്യങ്ങൾ കടന്നുപോയി. കടപ്പുറത്തെ തൈത്തെങ്ങിൻ ചുവട്ടിലിരുന്ന് വലം മാട്ടുന്ന ജർമ്മിച്ചായനെ അവൻ കണ്ടു. ജർമ്മിച്ചായൻ പറഞ്ഞു പഠിപ്പിച്ച കടൽ കഥകൾ വീണ്ടും അവൻ കേട്ടു.
ജർമ്മിച്ചായനും അവനും തനിയെ ഒരു വള്ളത്തിൽ കയറി കടലിലേക്ക് പോയി. ജർമ്മിച്ചായൻ മരിക്കുമ്പോൾ താൻ ചെറിയ കുട്ടിയായിരുന്നുവെന്ന് അവൻ ഓർത്തു. ജർമ്മിച്ചായന് കല്ലറയില്ല, സ്വന്തമായി കുഴിമാടമില്ല. എങ്കിലും ജർമ്മിച്ചായനെ അടക്കിയ സ്ഥലം ശൗരിക്ക് നല്ല നിശ്ചയമുണ്ട്. അവിടെ വീണ്ടും വീണ്ടും പലരെയും അടക്കിയിട്ടുണ്ടാകാം. പക്ഷേ ജലത്തിനടിയിൽ നിന്ന് പൊന്തി വരുന്ന ശരീരം പോലെ ജർമ്മിച്ചായൻ്റെ രൂപമാണ് ഏറ്റവും മീതെ. അവൻ ആ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചു. വീടിൻ്റെ കിഴക്കേ മുറ്റത്തു നിന്ന് ചേച്ചിയെ എന്ന വിളി കേട്ട് ലീനാമ്മ അടുക്കള വാതിൽക്കൽ കൂടി തലനീട്ടി നോക്കി. ശൗരിക്കുട്ടി, സൈമൺ തരകൻ കൊന്നുകളഞ്ഞെന്ന് ചെല്ലിക്കടപ്പുറത്തുകാർ ഒന്നടങ്കം വിശ്വസിച്ചിരുന്ന ശൗരിക്കുട്ടി തിരിച്ചു വന്നപ്പോൾ തൻ്റെ ഒരു ബന്ധു ഉയർത്തെണീറ്റ പോലെ ആഹ്ലാദിച്ചവരിൽ ഒരാളായിരുന്നു ലീനാമ്മ. ഡെന്നിച്ചൻ്റെയും ഷീബ മേരിയുടെയും കല്യാണ നിശ്ചയ സൽക്കാരം ആഞ്ചലോസിൻ്റെ വീട്ടുമുറ്റത്ത് പന്തലിട്ട് നടത്തിയപ്പോൾ ലീനാമ്മയും അവിടെ പോയി ബിരിയാണി കഴിക്കുകയും ശൗരിയെ കണ്ട് വിസ്മയം കൊള്ളുകയും ചെയ്തതാണ്. ഇപ്പോൾ ശൗരിക്കുട്ടി തങ്ങളുടെ അടുക്കളപ്പുറത്ത്. ലീനാമ്മ ഇറങ്ങിച്ചെന്നു. ശൗരിക്കുട്ടി തൂക്കിപ്പിടിച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് സഞ്ചി ലീനാമ്മയുടെ നേർക്ക് നീട്ടി. കറിക്കുള്ള മീന വാങ്ങിച്ചോ? ലീനാമ്മയുടെ കണ്ണ് നിറഞ്ഞുപോയി. അവൾ അവിടെ നിന്ന് ഫ്രാങ്കോയെയും ഡാനിയലിനെയും ഉറക്കെ വിളിച്ചു. എന്തോ അപകടം പിണഞ്ഞതാണെന്ന് കരുതി രണ്ടുപേരും അങ്ങോട്ട് വേഗം വന്നു. ദേ ശൗരിക്കുട്ടി, ലീനാമ്മ അവരോട് എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ പറഞ്ഞു. ഞാനേ ഇവിടുന്നാ തുടങ്ങിയത്. ഇനി രണ്ടാമത് തുടങ്ങുമ്പോഴും ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ. ശൗരിക്കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഫ്രാങ്കോയ്ക്കും ഡാനിയലിനും മനസ്സിലായില്ല. അധ്യായം 51. ജർമ്മിച്ചായൻ കടലിൽ ഇറങ്ങുന്നത് കാണാൻ ചെല്ലിക്കടപ്പുറത്തെ ആബാലവൃദ്ധൻ ജനങ്ങൾ കടപ്പുറത്ത് വന്നു കൂടിയിട്ടുണ്ടായിരുന്നു. കൊച്ചി പള്ളിപ്പുറത്തെ ബോട്ട് യാർഡിൽ നിന്ന് ലോറിയിലാണ് ജർമ്മിച്ചായനെ കൊണ്ടുവന്ന് ചെല്ലിക്കടപ്പുറത്ത് ഇറക്കിയത്. വള്ളത്തിൻ്റെ ഒരു വശത്ത് ഇംഗ്ലീഷിൽ ജെറമിയ എന്നെഴുതിയിരുന്നെങ്കിലും ജർമ്മിച്ചായൻ എന്ന മലയാളം ലിപികൾക്കായിരുന്നു വലിപ്പവും ഭംഗിയും. ജർമ്മിച്ചായനെ ഫ്രാങ്കോയ്ക്കും ഡാനിയലിനും ഏൽപ്പിച്ചു കൊടുത്തിട്ട് ശൗരിക്കുട്ടി പറഞ്ഞു, ഇത് നിങ്ങളുടെ അപ്പനാണ്, അങ്ങനെ കാണണം. ഫ്രാങ്കോയ്ക്കും ഡാനിയലിനും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കടലിൻ്റെ വറുതിയിൽപ്പെട്ട് നട്ടം തിരിയുകയായിരുന്നു രണ്ടുപേരും. വള്ളമില്ല, വലയില്ല, പണിയില്ല, പൈസയില്ല. ഒരു മതിലിന് നേരെ ചെന്ന് ഇടിച്ചു നിന്നുപോയ അവസ്ഥ. ശൗരിക്കുട്ടി ഇന്നലെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഫ്രാങ്കോയും ഡാനിയലും അവരുടെ പ്രാരാബ്ദങ്ങളുടെ കെട്ടഴിച്ച് അവനെ കാട്ടി. നിനക്ക് പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഒരു പണി ശരിയാക്കിത്താ ശൗരിക്കുട്ടിയെ എന്ന് ഫ്രാങ്കോ യാചിച്ചു. ലീനാമ്മ ശൗരിക്കുട്ടിക്ക് കട്ടൻ ചായ ഇട്ടുകൊടുത്തു. എനിക്കിതുമാത്രം പോരാ, ചോറും തരണം, ശൗരിക്കുട്ടി ലീനാമ്മയോട് പറഞ്ഞു. ശൗരി കൊണ്ടുവന്ന് കൊടുത്ത അറയ്ക്ക ലീനാമ്മ കറി വെച്ചു. 11:30 മണിക്ക് ശൗരിക്കുട്ടി ലീനാമ്മ വിളമ്പിക്കൊടുത്ത ചോറ് മീൻ കറിയും കൂട്ടിക്കഴിച്ചു. അതിനുശേഷം അവൻ ഫ്രാങ്കോയോടും ഡാനിയലിനോടും പറഞ്ഞു, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ പറയാതെ തന്നെ ഞാൻ അറിഞ്ഞതാ. ഞാൻ നിങ്ങൾക്ക് പണി ശരിയാക്കി തരാം, കടലിപ്പണി തന്നെ തരാം. ഫ്രാങ്കോയ്ക്കും ഡാനിയലിനും ഇതിൽ പരമൊരു സന്തോഷമില്ല. എന്നാൽ ഇന്ന് രാവിലെ ലോറിയിൽ ജർമ്മിച്ചായനെ കൊണ്ടുവന്നിറക്കിയിട്ട് ഇത് നിങ്ങളുടെ വള്ളമാണെന്ന് ശൗരിക്കുട്ടി പറഞ്ഞ ആ നിമിഷം മുതൽ അത് കടലിലേക്ക് ഇറങ്ങുന്ന ഈ നിമിഷം വരെയും ഫ്രാങ്കോയ്ക്കും ഡാനിയലിനും അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജർമ്മിച്ചായന എന്നെ ആദ്യം കടലിലിറക്കിയത്, ജർമ്മിച്ചായന എന്നെ ആദ്യം വള്ളത്തെ കയറ്റിയത്, ജർമ്മിച്ചായന എന്നെ മീൻപിടുത്തക്കാരനാക്കിയത്, ജർമ്മിച്ചായന് കൊടുക്കുന്ന ദക്ഷിണയാ ഇത്. ചെല്ലിക്കടപ്പുറത്ത് ഞാനങ്ങ് തുടങ്ങുക. ശൗരിക്കുട്ടി ഫ്രാങ്കോയോടും ഡാനിയലിനോടുമായി പറഞ്ഞു, ഇത് നിങ്ങളുടെ വള്ളമ്മ, എനിക്ക് പങ്കും പലിശയും ഒന്നും തരണ്ട. ഇതിൻ്റെ വില പണിയെടുത്തു വീട്ടിയാൽ മതി. അതും അവിശ്വസനീയമായിരുന്നു. ഏതാണ്ട് 15 ലക്ഷം രൂപ വിലമതിക്കുന്ന വള്ളം പലിശയും പങ്കുമില്ലാതെ വെറുതെ വിട്ടുകൊടുത്തിരിക്കുന്നു. ആ വള്ളത്തിൽ കയറി കടലിൽ പോയി മീൻ പിടിച്ച് കിട്ടുന്ന പൈസ കുറേശ്ശെ അടച്ച് വീട്ടിയാൽ മതി. ജർമ്മിച്ചായൻ അരോഗദൃഢഗാത്രനായ ഒരു യുവാവിനെ പോലെ കടലിലേക്ക് ഇറങ്ങിയപ്പോൾ കരയ്ക്ക് നോക്കി നിന്നവർ കരഘോഷം മുഴക്കി. ജർമ്മിച്ചായൻ ഫ്രാങ്കോയുടെയും ഡാനിയലിൻ്റെയും മാത്രമായിട്ടല്ല ചെല്ലിക്കടപ്പുറത്തുകാർ കണ്ടത്. അവരുടെ എല്ലാവരുടെയും കൂടി വള്ളമായിട്ടാണ്. അതിന്മേൽ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് അവർക്ക് തോന്നിപ്പോയി. ജർമ്മിച്ചായൻ്റെ കൂടെ കടലിൽ പോകാൻ എല്ലാവർക്കും ആവേശമായിരുന്നു. 9 പേരെയാണ് ആദ്യം പരിഗണിച്ചതെങ്കിലും 3 പേർ കൂടി പിന്നെയും കയറി. ജർമ്മിച്ചായൻ്റെ കന്നിയാത്രയ്ക്ക് ശൗരിക്കുട്ടിയും കയറി. ഡെന്നിച്ചൻ അതിൽ കയറാൻ താൽപ്പര്യപ്പെട്ടു നിന്നെങ്കിലും ശൗരിക്കുട്ടി പിന്തിരിപ്പിച്ചു. ആഞ്ചലോസും ഷീബ മേരിയും എമിലിയും ജാനറ്റും കടപ്പുറത്തു വന്ന് നോക്കി നിൽപ്പുണ്ടായിരുന്നു. ജർമ്മിച്ചായൻ തിരകളെ മുറിച്ച് ആഴക്കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ശൗരിക്കുട്ടി തൻ്റെ പരിചയസമ്പത്തിൻ്റെ പിൻബലത്തിൽ
നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് വള്ളത്തിൻ്റെ 3-ാം കള്ളിയിൽ നിന്നു. ആകാശം സ്വയം നീലമായി കാണപ്പെട്ടു. വെയിൽ മറയ്ക്കാൻ വള്ളപ്പടികളോട് ചേർത്ത് ടാർപോളിൻ വലിച്ചു കെട്ടാനുള്ള സംവിധാനമുണ്ടായിരുന്നു. വള്ളം 15 ഭാഗം എത്തിയ ശേഷം ശൗരിക്കുട്ടി നിർദ്ദേശിച്ചതനുസരിച്ച് ഡാനിയൽ കടലിൽ ചാടി പതച്ചുകിടന്ന് വല നീട്ടിത്തുടങ്ങി. തീരെ പതിയെ അർദ്ധവൃത്താകൃതിയിൽ വള്ളം നീങ്ങിക്കൊണ്ടിരുന്നു. ഫ്രാങ്കോയും എൽദോയും കൂടി വല കള്ളിയിൽ നിന്നും കടലിലേക്ക് വല അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഡാനിയലിൻ്റെ രൂപം ദൂരെ ഒരു പൊട്ടുപോലെ മാത്രമായി. ക്രമേണ വല കൊണ്ട് കടലിലൊരു വൃത്തം രചിച്ച് വള്ളം ഡാനിയലിനടുത്തേക്ക് തന്നെ തിരിച്ചെത്തി. ഇനി അരമണിക്കൂർ കാത്തിരിപ്പാണ്. എമിലി അടുക്കളയിൽ ചോറും കറിയും വയ്ക്കുകയാണ്. സഹായിക്കാൻ ഷീബ മേരി ചെന്നപ്പോൾ എമിലി വിലക്കി. ഇപ്പം ഒന്നും ചെയ്യണ്ട. ചെയ്യേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം. ഞാൻ ഓരോ കാര്യത്തിന് വിളിക്കും. മോളെ, ഈ അരിയൊന്ന് കഴുകിത്തന്നേ, ഒരു പാത്രം ചായ തിളപ്പിച്ച് എന്നൊക്കെ പറയും. അപ്പോൾ വന്ന് ഒരു മടിയും കൂടാതെ ചെയ്തു തരണം. ഇല്ലെങ്കിൽ ഞാൻ പോരെടുക്കും. പാതി കളിയായും പാതി കാര്യമായിട്ടുമാണ് എമിലി പറഞ്ഞത്. എമിലി കഞ്ഞി വാർത്തുകൊണ്ടിരുന്നപ്പോൾ ജാനറ്റ് അകത്തേക്ക് ഓടി വന്നു പറഞ്ഞു, അമ്മേ, പോലീസ് വന്നിരിക്കുന്നു. ഇപ്പോൾ പോലീസ് എന്ന് കേൾക്കുമ്പോൾ എമിലിക്ക് പഴയ പോലെ പേടിയില്ല. ഇതുവരെയുള്ള ജീവിതത്തിൽ അനേകം തവണ പോലീസിനെ കണ്ടു കഴിഞ്ഞു. ആഞ്ചലോസ് കടപ്പുറത്തായിരുന്നു. എമിലി തിണ്ണയിലേക്ക് ഇറങ്ങിച്ചെന്നു. SI ജോൺസൺ മുറ്റത്തു നിൽപ്പുണ്ട്. അയാളുടെ പിന്നിൽ 3 പോലീസുകാരുമുണ്ട്. പോലീസ് ജീപ്പ് കുറച്ചു മാറി റോഡരികിൽ കിടക്കുന്നു. ശൗരിയില്ലേ? SI ജോൺസൺ ചോദിച്ചു. ഇല്ല, കടലിൽ പോയി. എപ്പോൾ തിരിച്ചു വരും? വൈകുന്നേരമായേക്കും. പണിക്ക് പോയതാ. ഏതു വള്ളം? ജർമ്മിച്ചായൻ. ജർമ്മിച്ചായൻ പുതിയ വള്ളമാണോ? അതെ, പുത്തനാ. ഇന്ന് കടലിലിറക്കിയതേ ഉള്ളൂ. ശൗരിക്ക് എവിടുന്നാ വള്ളം വാങ്ങാനൊക്കെ പൈസ? ആന്ധ്രയിൽ അവന് വള്ളവും ബോട്ടും ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. ആന്ധ്രയിൽ എവിടെ? കാക്കിനാട. അവൻ്റെ പേരിൽ പിന്നെയും ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ആൻഡപ്പൻ പീറ്ററുടെ ആയിരിക്കും, എമിലി ഊഹിച്ചു പറഞ്ഞു. അതെ, എങ്ങനെ മനസ്സിലായി? എമിലി താനും ശൗരിക്കുട്ടിയും കൂടി പള്ളിയിൽ പോയ കഥ SI ജോൺസണോട് വിശദീകരിച്ചു. ഷീബയുടെ വീട്ടുകാരും കൂടി സമ്മതിച്ച ഷീബയും ഡെന്നിച്ചനും തമ്മിലുള്ള കല്യാണം നടത്തിത്തരാന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ടാ അവൻ ഷീബയും ഡെന്നിച്ചനെയും കൂട്ടി ഷീബയുടെ വീട്ടിൽ പോയത്. അവൻ അവിടെ ചെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന അവരുടെ പരാതി. അവിടുത്തെ ആണുങ്ങളുടെ വാരിയെല്ലാം ഒടിക്കുമെന്ന്. അവർ കത്തിയും കടാരയും ഒക്കെയായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് അവൻ വല്ലതും പറഞ്ഞു കാണും. അവനിപ്പോൾ കടലിൽ പോയേക്കുവാ. അവൻ വരുമ്പോൾ പറഞ്ഞാൽ മതിയോ? സ്റ്റേഷനിലോട്ട് വരാൻ പറ. ശരി സാറേ. SI ജോൺസണും പോലീസുകാരും തിരികെ ജീപ്പിൽ കയറിപ്പോയി. ഉച്ചതിരിഞ്ഞപ്പോൾ മാരാരിക്കുളത്ത് നിന്ന് സർക്കിൾ ഇൻസ്പെക്ടറും ഏതാനും പോലീസുകാരും കൂടി ഒരു ബൊലീറോ ജീപ്പിൽ ശൗരിക്കുട്ടിയെ അന്വേഷിച്ചു വന്നു. മാരാരിക്കുളത്തു നിന്ന് CI ഗണേശൻ സ്ഥലം മാറ്റം കിട്ടിപ്പോയ ഒഴിവിലേക്ക് പകരം വന്ന എബ്രഹാം മാത്യു ആയിരുന്നു അത്. SI ജോൺസണോട് പറഞ്ഞ അതേ വിവരങ്ങൾ തന്നെ എമിലി CIയോടും പറഞ്ഞു. നിങ്ങളുടെ മകനാണോ അത്? എബ്രഹാം മാത്യു ചോദിച്ചു. അതെ, ഞാൻ വന്ന് ചാർജ് എടുത്തതേയുള്ളൂ. അവനെപ്പറ്റി കുറേ കഥകൾ ഞാൻ കേട്ടു. അവൻ കാരണമല്ലേ ഗണേശൻ സാറിനെ മാരാരിക്കുളത്തു നിന്ന് മാറ്റിയതും പിന്നെ സസ്പെൻഡ് ചെയ്തതും. അവനല്ല സാറേ സ്ഥലം മാറ്റിയതും സസ്പെൻഡ് ചെയ്തതും. അവനെവിടാ അതിനൊക്കെ അധികാരം? സാറ് പത്രമൊന്നും വായിച്ചില്ലായിരുന്നോ? പത്രത്തിലും മൊബൈലിലും TVയിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സാറ് വൃത്തികേട് കാണിച്ചതുകൊണ്ടാ ആ സാറിനങ്ങനൊക്കെ വന്നത്. എമിലി കൂസലന്യെ പറഞ്ഞു. വേണ്ട, നീ എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട. നീയാണവന് സകലതിനും സപ്പോർട്ടെന്ന് ഞാൻ കേട്ടു. അമ്മമാർ പിന്നെ മക്കൾക്ക് എതിര് നിൽക്കുമോ സാറേ? എൻ്റെ മകൻ കൊന്നിട്ട് വന്നാലും ഞാൻ അവൻ്റെ കൂടെ നിൽക്കും. എപ്പോഴും കാണണം ഈ സ്നേഹം. മകൻ ഇടികൊണ്ട് ആയുസെത്താതെ ചുമച്ചു കുറിച്ച് ചോര തുപ്പി ചാകാൻ കിടക്കുമ്പോഴും നീ നല്ല പോലീസുകാരെയൊന്നും കണ്ടിട്ടില്ല. സാറേ, ഞാൻ 24 കൊല്ലമായിട്ട് പോലീസുകാരെ കണ്ടുകൊണ്ടിരിക്കണ. നല്ല പോലീസുകാരെയും കണ്ടിട്ടുണ്ട്, ചീത്ത പോലീസിനെയും കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയതായിട്ട് ഒന്നും കാണാനില്ല സാറേ. എബ്രഹാം മാത്യുവിന് എമിലിയുടെ നേർക്ക് അട്ടഹസിച്ച് 4 ചീത്ത പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അയൽക്കാർ അങ്ങിങ്ങ് നോക്കി നിൽക്കുന്നു. ഏതെങ്കിലും ഒരുത്തൻ മൊബൈലിൽ പകർത്തിയാൽ ഗണേശൻ്റെ ഗതി തന്നെ തനിക്കുമെന്ന് എബ്രഹാം മാത്യുവിന് അറിയാം. പ്രകാശവേഗത്തിലാണ് സോഷ്യൽ മീഡിയകളിൽ കൂടി വീഡിയോ ദൃശ്യങ്ങൾ പായുന്നതും വൈറലാകുന്നതും. നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചൂരലിന് 4 പെടപെടയ്ക്കാൻ ഒരു പെറ്റിക്കേസും ഒരു വനിതാ കോൺസ്റ്റബിളും മതി. എബ്രഹാം മാത്യു പകയോടെ പറഞ്ഞു. സാറിനറിയാഞ്ഞിട്ടാ. അതിലും വലുതൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നവളാ ഞാൻ. CI എബ്രഹാം മാത്യുവിന് എമിലി എന്ന സ്ത്രീ കഴിഞ്ഞ 26 കൊല്ലത്തിനിടയ്ക്ക് നടന്നുപോയ കനൽ വഴികളുടെ താപവും താഴ്ചകളും അറിഞ്ഞുകൂടാ.
എല്ലാം ദുരിതക്കടലുകളും നീന്തിക്കയറിയ സ്ത്രീയാണ് മുൻപിൽ നിൽക്കുന്നതെന്നും സാർ വീട്ടുമുറ്റത്ത് വന്ന് ഭീഷണിപ്പെടുത്തിയെന്നല്ലാണ്ട് എൻ്റെ മകൻ ചെയ്ത കുറ്റം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. കൈനകരി നോർത്തിലെ ഒരു റിസോർട്ട് അവൻ അടിച്ചു തകർത്തിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ്. അത്രയുള്ളോ? അതിൻ്റെ അന്വേഷണമൊക്കെ നടന്നതാണല്ലോ. പള്ളാത്തുരുത്തിന്ന് പോലീസും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പോലീസിന് പ്രതിയെ പിടികിട്ടിയില്ല. അവൻ മുങ്ങി നടക്കുകയായിരുന്നു. സാറേ, അതിന് അവൻ്റെ പേര് കേസുണ്ടല്ലോ. അവനെ പിടിച്ചോണ്ടുപോയി കോടതി ഹാജരാക്കിയാൽ പോരെ? കോടതി അവനെ ശിക്ഷിക്കട്ടെ. അതിന് തന്നെയാ ഞാൻ വന്നത്. അവനെ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. പക്ഷേ എപ്പോഴെങ്കിലും അവനെ എൻ്റെ കയ്യിൽ കിട്ടും. സാർ എന്നാ സാറേ മുൻവൈരാഗ്യം ഉള്ള പോലെ സംസാരിക്കുന്നേ? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയാണല്ലോ ശിക്ഷിക്കേണ്ടത്. സാറിൻ്റെ കയ്യിലോട്ട് കിട്ടിയ സാർ ഏതാണ്ടൊക്കെ ചെയ്തു കളയുമെന്ന് പറയുന്നത് ശരിയാണോ? സാറ് തെളിവ് സഹിതം കുറ്റവാളിയെ പിടിച്ച് കോടതിക്ക് കൊടുത്താൽ പോരെ? സാറിൻ്റെ ജോലി അതോടെ തീർന്നില്ലേ? വായടച്ചു വയ്ക്കടി നായിൻ്റെ മോളെ. നീ പോലീസിൻ്റെ നേർക്ക് കുരയ്ക്കല്ല. CI എബ്രഹാം മാത്യു കൈ ചൂണ്ടി ആക്രോശിച്ചു. ഇത് പോലീസ് സ്റ്റേഷനല്ല സാറേ, എൻ്റെ വീടാ. അതുകൊണ്ടാ പിന്നെയും പറയുന്നേ. ശൗരിക്കുട്ടി ഈ നാട്ടിൽ കാലുകുത്തിയപ്പം മുതൽക്ക് പോലീസ് അവൻ്റെ പുറകിന് നടക്കുക. അവനെന്താ പിടികിട്ടാ പുള്ളിയാ? അവൻ കഴിഞ്ഞ 10 കൊല്ലം എവിടായിരുന്നെന്ന് ഒരു പോലീസും ചോദിച്ചില്ലല്ലോ. അവനെ കാണാണ്ടായപ്പം ഞാൻ തന്ന പരാതിയൊക്കെ ഇപ്പോഴും കാണുമല്ലോ സാറിൻ്റെ പോലീസ് സ്റ്റേഷനിൽ. അവനെ ആരാ കൊല്ലാൻ കൊണ്ടുപോയത്? അവനെങ്ങനെ രക്ഷപ്പെട്ടത്? ഇതൊന്നും ഒരു പോലീസും ചോദിച്ചില്ലല്ലോ. അവനിവിടെ വന്ന ശേഷം എത്ര തവണ പോലീസ് ഇവിടെ വന്നു? ഇതാർക്കു വേണ്ടിയാ സാറേ? നാടിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ? അവനെ പിടിച്ചാൽ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരുവോ? അതോ സർക്കാരിൻ്റെ ഉത്തരവുണ്ടോ അവനെ പിടിച്ചു കൊടുത്താൽ 10 ലക്ഷം രൂപ തന്നേക്കാമെന്ന്? ഒരു സൈമൺ മുതലാളിക്ക് വേണ്ടിയും ഒരു ആൻഡപ്പൻ പീറ്റർക്ക് വേണ്ടിയും അല്ലേ സാറേ പോലീസ് ഇക്കണ്ട കളിയെല്ലാം കളിക്കണത്? എമിലിയുടെ ഉള്ളിൽ കിടന്നു പോകഞ്ഞ അമർഷം മുഴുവൻ പുറത്തേക്ക് വാക്കുകളായി പൊട്ടിത്തെറിച്ചു. CI എബ്രഹാം മാത്യു നോക്കിയപ്പോൾ 4 ചുറ്റും ആൾക്കൂട്ടം പിന്നെയും പിന്നെയും പെരുകുന്നു. എമിലിയുടെ ചോദ്യങ്ങളുടെ നേർക്ക് അവജ്ഞയോടെ ഒരു നോട്ടം നോക്കിയിട്ട് CI എബ്രഹാം മാത്യു ബൊലീറോ ജീപ്പിനടുത്തേക്ക് നീങ്ങി. പുറകെ പോലീസുകാരൻ ചെന്നു. പോലീസ് ജീപ്പ് നേരെ കടപ്പുറത്തേക്ക് പോയി. തിരിച്ച് വന്ന വഴിക്ക് തന്നെ പോയി. ജെറമി ചായൻ അവസാനത്തെ കോരും വലിച്ചു കയറ്റുകയാണ്. വിഞ്ച് ഉള്ള വള്ളമായതിനാൽ വല കൈക്ക് വലിച്ചു കയറ്റണ്ട. കപ്പിയും കയറും മോട്ടറുമുണ്ട് വല വലിച്ചു കയറ്റാൻ. അണിയത്ത് നിന്ന് നിർദ്ദേശം കൊടുക്കുകയാണ് ശൗരിക്കുട്ടി. എൽദോയും ജക്കോയും ചേർന്ന് പൊന്തും വലയും 2ഉം 3ഉം കള്ളികളിലേക്ക് തിടുക്കത്തിൽ മാടിയിട്ടുകൊണ്ടിരുന്നു. 4ഉം 5ഉം കള്ളികളിൽ നിറയെ അയലയാണ്. ഡാനിയൽ ഒരു തടിയൻ അയല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്തൻ മാട. ആകെ 4 കോരുകോരി. 2 കള്ളി നിറയെ മീനായി. ഇനി സന്ധ്യയ്ക്ക് മുൻപേ കരയ്ക്കെടുക്കണം. ഫ്രാങ്കോ ചക്കര കാപ്പിയിട്ടു. വള്ളം നിറയെ മീനാണ് എന്ന് വെച്ചാൽ വള്ളം നിറയെ സന്തോഷമാണ്. ജെറമിച്ചായൻ്റെ കന്നിക്കൊയ്ത്ത് വൻ വിജയമാണെന്ന് എൽദോ വിളിച്ചു കൂവി. പക്ഷേ ശൗരിക്കുട്ടിക്ക് തൃപ്തി പോരാ. 4ാമത്തെ കോരിന് കിട്ടിയ മീൻ 3ാം കള്ളിയിലിട്ട് വലയും കയറും പൊന്തും വെയിറ്റും അതത് കള്ളികളിൽ അടുക്കി ജെറമിച്ചായൻ മടക്കത്തിനൊരുങ്ങി. അധ്യായം 52. മീൻ കിട്ടിയ വിവരം ഫോൺ ചെയ്ത് കടപ്പുറത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടിയ മീനിൻ്റെ അളവും തൂക്കവും സംബന്ധിച്ച് ഒരേകദേശ അനുമാനവും കരയിലറിയിച്ചു. ജെറമിച്ചായൻ മടക്കത്തിരുകളെ മുറിച്ച് നീന്തുകയാണ്. വള്ളത്തിലുണ്ടായിരുന്നവർ ആഹ്ലാദ ചിത്തരായി തോണിപ്പാട്ടുകൾ പാടി. ഓരോരോ കാലങ്ങളിൽ കടലിൽ മീൻപിടുത്തത്തിന് പോയപ്പോഴത്തെ സാഹസിക കഥകൾ പറഞ്ഞു. ശൗരിക്കുട്ടി തൻ്റെ 10 കൊല്ലത്തെ അജ്ഞാതവാസത്തിൻ്റെ കഥകളിൽ നിന്ന് അവർക്കും പറഞ്ഞുകൊടുത്തു. കടൽ സായാഹ്ന സൂര്യൻ്റെ മഞ്ഞ രശ്മികളേറ്റ് വെട്ടിത്തിളങ്ങി. അവർക്കെതിരെ കരയിൽ നിന്നുള്ള വള്ളങ്ങൾ കടലിൻ്റെ അപാരതയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്നു. രാത്രി മത്സ്യബന്ധനത്തിന് ശേഷം അവയെല്ലാം ഇനി നാളെ രാവിലെ മാത്രമേ തിരിച്ചു വരികയുള്ളൂ. ആകാശം കാറും കോളും ശമിച്ച് ക്ഷോഭമടങ്ങിയ കടൽ പോലെ കിടന്നു. ആകാശത്ത് നങ്കൂരമിട്ട മേഘക്കപ്പലുകളിലെല്ലാം കാറ്റുപായകളുണ്ടായിരുന്നു. ചക്രവാളത്തിൻ്റെ പടിഞ്ഞാറൻ ദിക്കിൽ ഇരുണ്ട് ചുവപ്പ് രാശിയുള്ള മേഘങ്ങൾ പർവ്വതങ്ങളും സമതലങ്ങളുമുള്ള അതിവിസ്തൃതമായ വൻകര പോലെ കാണപ്പെട്ടു. അണിയത്ത് നിന്നുകൊണ്ട് ശൗരിക്കുട്ടി തൻ്റെ സഹപ്രവർത്തകരോട് പറയുകയായിരുന്നു, ഇനി നിങ്ങളാരും സൈമൺ തരകൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങല്ല. നിങ്ങൾക്ക് ആവശ്യം വേണ്ടുന്ന പൈസ ഞാൻ കടം തരും. ബാങ്ക് പലിശ തന്നാൽ മതി. തരകൻ്റെ അവകാശം വെച്ച് നിങ്ങളെ കൊള്ളയടിക്കുകയാണ് അയാൾ. 1 ലക്ഷം രൂപ ഒരു വള്ളക്കാരൻ അയാളോട് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയാ തിരിച്ചടവ്? മുതലിനേക്കായാലും പലിശ അടച്ചാൽ കൂടെ പിന്നെ മുതൽ ബാക്കിയാ. ഒരു വള്ളത്തിന് 10 പേരുണ്ടെങ്കിൽ 10,000 രൂപയുടെ മീൻ പിടിച്ചാൽ
അതിൽ നിന്ന് 5 മുതൽ 15% വരെ പണം കടം കൊടുത്ത തരകനുള്ള വിഹിതമാണ്. ഓരോ ദിവസവും കടലിൽ നിന്ന് കോരി കരയിലെത്തിച്ച് ലേലം ചെയ്യുന്ന മീനിൻ്റെ വിലയിൽ നിന്ന് ശരാശരി 10% തരകൻ്റെ കീശയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നാരും സൈമൺ തരകനെ വിട്ടിട്ട് പോരുമെന്ന് തോന്നണില്ല ശൗരി, ഫ്രാങ്കോ പറഞ്ഞു. ഒന്നാമത് മിക്കവരും അയാൾക്ക് കടം വീട്ടാനുണ്ട്. അയാൾ പൈസ മാത്രമല്ല, മണ്ണെണ്ണയും വേണമെങ്കിൽ ഇഞ്ചിനും കൊടുക്കും. നിന്റെ അടുത്ത് വന്നാൽ അത് കിട്ടുമോ? അയാൾക്കടുത്ത് എപ്പോൾ ചെന്നാലും പൈസ കിട്ടും. നിന്റെ അടുത്ത് അങ്ങനെ കിട്ടുമെന്ന് ആർക്കും അറിയാൻ മേലല്ല. അതും പ്രശ്നമാ. നിങ്ങൾ എല്ലാവരോടും പറയണം, നിങ്ങൾക്ക് ബാങ്ക് പലിശയ്ക്ക് കടം വേണമെങ്കിൽ ശൗരിയുടെ അടുത്ത് ചെല്ല്, അവൻ തരുമെന്ന്. ശൗരി, നീ അങ്ങനൊന്നും കൊടുക്കണ്ട, ജെയിംസ് കുട്ടി പറഞ്ഞു. നിനക്ക് ചെല്ലിക്കടപ്പുറം പിടിച്ചെടുക്കണമെങ്കിൽ നീ തരകനായിട്ട് തന്നെ നിൽക്ക്. സൈമൺ മുതലാളി വാങ്ങണ കമ്മീഷൻ്റെ പകുതി മതിയെന്ന് പറഞ്ഞ ആളുകൾ നിന്റെ അടുത്തേ വരത്തുള്ളൂ. ബാങ്ക് പലിശ എന്നൊക്കെ പറഞ്ഞ മുക്കുവൻ വിചാരിക്കും സൈമൺ തരകനേക്കാൾ കട്ടിയാണെന്ന്. അത് ശരിയാണെന്ന് ശൗരിക്കുട്ടിക്കും തോന്നി. വള്ളം കരയോടടുത്തുകൊണ്ടിരുന്നു. മേഘാവശിഷ്ടം പോലെ ദൂരെ കണ്ട കര തെളിഞ്ഞു തെളിഞ്ഞു വന്നു. പച്ചയുടുത്ത് മഞ്ഞ അരഞ്ഞാണം വിട്ട കര അരയൊപ്പം വെള്ളത്തിൽ കടലിലിറങ്ങി നിൽപ്പാണ്. ജർമ്മിച്ചായൻ അസ്തമയത്തിനു മുൻപേ ചെല്ലിക്കടപ്പുറത്ത് ചെന്നണഞ്ഞു. നെഞ്ചിനൊപ്പം വെള്ളത്തിൽ വള്ളം നിർത്തിയ ശേഷം പണിക്കാർ വെള്ളത്തിലേക്ക് ഇറങ്ങി. ജർമ്മിച്ചായൻ വള്ളം നിറച്ച അയലയുമായി വരുന്നുണ്ടെന്നറിഞ്ഞ് കച്ചവടക്കാർ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ചുമട്ടുകാർ കുട്ടകളുമായി വന്ന് വള്ളത്തിൽ നിന്ന് മീൻ കോരി കുട്ട നിറച്ച് കരയിലേക്ക് ചുമന്നുകൊണ്ടുപോയി. ശൗരിക്കുട്ടി കച്ചവടക്കാരുടെ സമീപം ചെന്ന് നിന്നു. 4 കുട്ടയോളം മീൻ കരയ്ക്കെത്തിച്ചപ്പോഴേക്കും കടപ്പുറത്തേക്ക് ഒരു ജീപ്പ് വന്ന് നിന്നു. ജീപ്പിൽ നിന്ന് സൈമൺ തരകൻ്റെ ആളുകൾ ഇറങ്ങി മീൻകുട്ടകളുടെ സമീപത്തേക്ക് വന്നു. സ്റ്റാലിനും ബെർണാഡും സാൻഡോയും ജോർജിയും ബാസ്റ്റനും അടങ്ങുന്ന അംഗരക്ഷസേനയായിരുന്നു അത്. അവരോടൊപ്പം സൈമൺ തരകൻ്റെ അസിസ്റ്റന്റ് തരകൻ എന്നറിയപ്പെടുന്ന പത്രോയുമുണ്ട്. അയാളാണ് സൈമൺ തരകന് വേണ്ടി മീൻ ലേലം വിളിക്കുന്ന തരകൻ. പത്രോ വന്ന് കുട്ടകൾ എണ്ണി നോക്കി. 5ാമത്തെ കുട്ട ചുമന്നെത്തിക്കുന്നതേയുള്ളൂ. പത്രോ കുട്ട ഒന്നിന് 1000 രൂപ മുതൽ ലേലം വിളി തുടങ്ങി. കച്ചവടക്കാരിലൊരാൾ 1500 വിളിച്ചു. അപ്പോൾ ശൗരി അയാളോട് പറഞ്ഞു, ലേലം വിളിക്കണതൊക്കെ കൊള്ളാം, പക്ഷേങ്കിൽ ഈ മീൻ ഈ കടപ്പുറത്തുനിന്ന് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. ഞങ്ങൾ മീനെടുത്ത എന്താ കുഴപ്പം? ലേലം വിളിച്ചാണല്ലോ മീനെടുക്കണത്. കുഴപ്പം എന്താണെന്ന് ഈ മീനാൽ തൊടുമ്പോൾ അറിയാം. തൊട്ടാ നീ എന്നാ ചെയ്യുമിടാ? സ്റ്റാലിൻ കൈലി മടക്കി കുത്തി. തൊടുന്നവൻ്റെ കൈ ഞാൻ ഒടിക്കും, വേറൊന്നും ചെയ്യൂല, ശൗരിക്കുട്ടി പറഞ്ഞു. ചേട്ടാ, നിങ്ങൾ ലേലം വിളിക്ക്, മീനെടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. ബെർണാഡ് രണ്ടും കൽപ്പിച്ച് പത്രോയോട് പറഞ്ഞു. പത്രോ ലേലത്തുക 2000 വിളി തുടങ്ങി. ചേട്ടാ, ഇടങ്ങാറാക്കല്ല, ഈ മീനിൻ്റെയും ആ വള്ളത്തിൻ്റെയും തരകൻ ഞാനാ, ശൗരിക്കുട്ടി. ഈ മീൻ ഞാൻ ലേലം വിളിക്കും, ഞാൻ വിൽക്കും. വള്ളം നീ ഫ്രാങ്കോയ്ക്ക് കൊടുത്തത് മുതലാളി അറിഞ്ഞു. ഫ്രാങ്കോയും സാനിയും മുതലാളിക്ക് കടം വീട്ടാനുണ്ട്. അവർക്ക് വള്ളം ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ച കടമ. വള്ളം നശിച്ചോണ്ട് അവർ മുതലാളിൻ്റെ കാശ് കൊടുക്കാണ്ടായി. അവർ ആരുടെ വള്ളത്തിൽ പോയി മീൻ പിടിച്ചോണ്ട് വന്നാലും ഈ കടപ്പുറത്ത് ലേലം ചെയ്യുമ്പം മുതലാളിക്ക് കമ്മീഷൻ കൊടുക്കണം, ഇല്ലെങ്കിൽ കടം വീട്ടണം, പത്രോ പറഞ്ഞു. ജീസസ് വള്ളത്തിന് കേടുപാട് പറ്റി കടലിൽ ഇറക്കാൻ പറ്റാണ്ടായി. നിങ്ങളുടെ മുതലാളി സഹായിച്ചാ? ഇല്ലല്ല, അത് ദാണ്ട കട്ടപ്പുറത്തിരുന്ന് ചെതലരിക്കണ. അത് റിപ്പയർ ചെയ്ത് കടലിൽ ഇറക്കാനുള്ള പണം നിങ്ങളുടെ മുതലാളി കൊടുത്തിരുന്നെങ്കിൽ ഈ പറഞ്ഞതിന് ന്യായമുണ്ട്. വേറെ വള്ളത്തിൻ്റെ പണിക്ക് കമ്മീഷൻ ചോദിക്കണത് അന്യായം, ശൗരിക്കുട്ടി വാദിച്ചു. സൈമൺ മുതലാളിനെ ന്യായവും അന്യായവും പഠിപ്പിക്കാൻ നീ ആയിട്ടില്ല മോനെ. സൈമൺ മുതലാളി നിന്നെ പഠിപ്പിക്കും, പത്രോ പറഞ്ഞു. അതൊക്കെ പണ്ട്. ഇപ്പം ശൗരിക്കുട്ടി തിരിച്ചു വന്നേക്കണത് സൈമൺ മുതലാളിനെ ന്യായവും അന്യായവും പഠിപ്പിക്കാൻ തന്നെയാ. ഇത് താൻ അവിടെ ചെന്ന് പറഞ്ഞേക്ക്. പത്രോ സംശയത്തിലായി. ലേലം വിളിക്ക് ചേട്ടാ, ബെർണാഡ് രണ്ടും കൽപ്പിച്ചു പറഞ്ഞു. വാ തുറന്ന ഞാൻ അടിക്കും. ഞാൻ അടിച്ചാൽ തൻ്റെ മരണം വരെ പല്ലുവേദനയും തലവേദനയും മാറത്തില്ല കേട്ടാ, ശൗരിക്കുട്ടി പത്രോയ്ക്ക് മുന്നറിയിപ്പ് നൽകി. കടപ്പുറത്തെ സംഘർഷാവസ്ഥ കണ്ട് ആള് കൂടാൻ തുടങ്ങി. ശൗരിക്കുട്ടിയും സൈമൺ തരകൻ്റെ അംഗരക്ഷകരും മീൻ നിറച്ച കുട്ടകളും ഒത്ത മധ്യത്തിൽ. അതിനു ചുറ്റും വലിയൊരു മനുഷ്യവൃത്തം രൂപപ്പെട്ടു. ശൗരിക്കുട്ടിയെ വിളിച്ച് അല്പം മാറ്റി നിർത്തി ഫ്രാങ്കോ ചോദിച്ചു, ഇപ്പം നമ്മൾ വഴക്കിന് നിൽക്കണോ? ഉള്ള മീൻ വിറ്റ് കാശാക്കാൻ നോക്കണതല്ലേ നല്ലത്. അടുത്ത തവണ നമ്മൾ മീൻ കൊടുക്കണ്ട. വഴക്ക് മുറുകിയാൽ കച്ചവടക്കാർ മീൻ വാങ്ങാതെ മടങ്ങുമെന്നും കയ്യിൽ കിട്ടേണ്ട കാശ് കിട്ടാതെ പോയേക്കുമെന്നും ഫ്രാങ്കോയ്ക്കും സംഘത്തിനും പേടിയുണ്ടായിരുന്നു. 20 കൊട്ടയ്ക്കടുത്ത് മീനുണ്ട്.
കച്ചവടം നടന്നില്ലെങ്കിൽ ഐസിട്ട് സൂക്ഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ മീൻ കേടാകും. ഐസിടുന്നതൊക്കെ വലിയ മെനക്കേടാണ്. ചേട്ടൻ പേടിക്കണ്ട. നമ്മൾ ഈ മീൻ ഇവിടല്ലെങ്കിൽ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. അതല്ലെങ്കിൽ ഏറ്റുമാനൂർ കൊണ്ടുപോകും. ശൗരിക്കുട്ടി ഫ്രാങ്കോയെ ധൈര്യപ്പെടുത്തി. ബെർണാഡ് പത്രോയെ മാറ്റി നിർത്തി ലേലം വിളി തുടങ്ങിയപ്പോൾ ശൗരിയും അടവ് മാറ്റി. ശൗരിയും ലേലത്തിൽ പങ്കുകൊണ്ടു. കച്ചവടക്കാരൻ 3000 വിളിച്ചപ്പോൾ ശൗരിക്കുട്ടി 4500 വിളിച്ചു. കച്ചവടക്കാരൻ 5000 വിളിച്ചപ്പോൾ ശൗരി 7000 ആക്കി. ബെർണാഡേ, ഈ മീൻ ഒരു കുട്ടപ്പോലും നീ ലേലം വിളിച്ചു വിൽക്കൂല. നീ 10000 വിളിച്ചാൽ ഞാൻ 1,00,000 വിളിക്കും. കാരണം ഇതെൻ്റെ മീനാ. എൻ്റെ മീൻ നിനക്ക് കാശ് തന്നിട്ട് ഞാൻ എടുക്കുമോ? നീ പണി മതിയാക്കിയിട്ട് പോ ബെർണാഡേ. ബെർണാഡ് ഉടൻ കച്ചവടക്കാരുടെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു. ഒരു കുട്ടയ്ക്ക് 3000 വില വെച്ച് എടുത്തോണ്ട് പോ. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ആരെങ്കിലും മീൻകുട്ടയിൽ കൈവച്ചാൽ ബെർണാഡേ നീ അടി വാങ്ങുമേ. കച്ചവടക്കാർ ആരും മീനെടുക്കാൻ ധൈര്യപ്പെട്ടില്ല. സ്റ്റാൻലി ബെർണാഡിനെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു. ഒന്നുകിൽ നമ്മൾ അവനെ ഇവിടെ ഇട്ടടിച്ച് ശരിപ്പെടുത്തണം, അല്ലെങ്കിൽ മിണ്ടാതെ തിരിച്ചു പോകണം. ഏതാ വേണ്ടത്? അടിച്ചാലോ? ബെർണാഡ് ചോദിച്ചു. സ്റ്റാലിൻ ബാക്കിയുള്ളവരെ കൂടി അടുത്തേക്ക് വിളിച്ചു. തല്ലണോ? ഇവിടെ വെച്ച് അവൻ്റെ കൂടെ ആൾക്കാരുണ്ട്. ആരൊക്കെ ഇടപെടുമെന്ന് അറിഞ്ഞുകൂടാ. അവനെ തല്ലി ഒതുക്കാൻ നമ്മൾ 5-6 പേര് പോരെ? മറ്റവന്മാർ വരണ്ടു നിൽക്കത്തേയുള്ളൂ. അടിക്കാനൊന്നും വരില്ല. ഒരു കൈ നോക്കാം. മുതലാളിയുടെ അടുത്ത് ചെന്ന് പറയണ്ടേ? ഒന്നും ചെയ്യാതെ പോയ മുതലാളിക്കും രസിക്കത്തില്ല. ബെർണാഡ് പറഞ്ഞു. ബെർണാഡേ, ശൗരിക്കുട്ടി അവരുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾക്ക് തല്ലണമെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് മാറി നിന്നതല്ലാം. ഇവിടെ ആൾക്കാരുടെ ഇടയിൽ കിടന്ന് അടിക്കണ്ട. നിങ്ങൾ 6 പേരുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വാ, നമുക്ക് മാറി നിന്ന് അടിച്ചു തീർക്കാം. ശൗരിക്കുട്ടി ആൾക്കൂട്ടത്തിൻ്റെ വലയം ഭേദിച്ച് ഒഴിഞ്ഞ കടപ്പുറത്തേക്ക് മാറി നിന്നു. എട ബെർണാഡേ, അവനൊരു പേടിയുമില്ലല്ലോ. പത്രോ ആശങ്കയോടെ പറഞ്ഞു. അവൻ്റെ വീട്ടിലെ കല്യാണ പാർട്ടിയുടെ അന്ന് നമ്മുടെ ആൾക്കാരെ അടിച്ചോടിച്ചത് ഓർമ്മയുണ്ടോ? അത് ശരിയാ. അവൻ അഭ്യാസങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട്. പല്ലൊക്കെ ഇളകിയ പിന്നെ തലവേദന മാറത്തില്ല. ബാസ്റ്റിൻ പത്രോയോട് അനുകൂലിച്ചു. തിരയടിച്ച് നനഞ്ഞ കടപ്പുറത്ത് കാത്തുനിന്ന ശൗരിക്കുട്ടി കണ്ടത് സൈമൺ തരകൻ്റെ അംഗരക്ഷകപ്പെട ചെന്ന് ജീപ്പിൽ കയറുന്നതാണ്. ജീപ്പ് പുക പറപ്പിച്ചും പൂഴി തെറിപ്പിച്ചും ഇരമ്പിക്കുതിച്ചു. ശൗരിക്കുട്ടിയുടെ നഗ്നമായ കാൽപാദങ്ങളിൽ കടൽ വന്ന് തൊട്ടു തലോടി. സംഘർഷാവസ്ഥ കഴിഞ്ഞു, പൊയ്ക്കോളൂ എന്നാണ് ശൗരിക്കുട്ടിക്ക് അത് അനുഭവപ്പെട്ടത്. അവൻ മീൻകുട്ടകൾ ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. ഇതിനകം മീനെല്ലാം കരക്കിറക്കിക്കഴിഞ്ഞു. ആകെ 16 കുട്ട മീൻ. കച്ചവടക്കാർ കാത്തു നിൽപ്പുണ്ട്. ചിലരൊക്കെ മടങ്ങിപ്പോയി. ശൗരിക്കുട്ടി മീനിന് ലേലം വിളി തുടങ്ങി. 1000 രൂപ. ചെല്ലിക്കടപ്പുറത്ത് പുതിയൊരു തരകൻ രൂപം കൊള്ളുകയാണ്. തൈമാപ്പറമ്പിൽ ആഞ്ചലോസിൻ്റെ ഭാര്യ എമിലിയുടെ ഇളയ പുത്രൻ ശൗരി. SI ജോൺസനെ ഫോണിൽ വിളിച്ച് ആവലാതി പറയുകയായിരുന്നു സൈമൺ തരകൻ. നിങ്ങൾ പോലീസ് നോക്കിയാൽ അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അവൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. CI ഇന്നോ നാളെയോ അവനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്, ജോൺസൺ പറഞ്ഞു. എന്തു കുറ്റത്തിന്? കൈനകരിയിലോ മറ്റോ അവനൊരു റിസോർട്ട് അടിച്ചു തകർത്തു. കുറേ പേരെ കയ്യേറ്റം ചെയ്തു. 6 മാസം മുൻപ് നടന്ന സംഭവമാ. അതൊക്കെ ഇപ്പോഴാണോ നടപടിയാകുന്നേ? നേരത്തെ അറസ്റ്റ് ചെയ്യണ്ടേ? അവനെവിടാന്ന് പോലും അറിയില്ലായിരുന്നല്ലോ. ആന്ധ്രയിൽ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ അവിടുത്തെ അഡ്രസ്സുമില്ലായിരുന്നു. ഇനിയെങ്കിലും നിങ്ങൾ പോലീസുകാർ അവനെ ഒതുക്കണം. എന്നെക്കൊണ്ട് അറ്റകൈ പ്രയോഗം ചെയ്യിക്കല്ല. സൈമൺ മുതലാളിക്ക് എന്താ പ്രശ്നം? എനിക്കെന്താ പ്രശ്നമെന്നോ? എനിക്കല്ലേ പ്രശ്നം മുഴുവൻ. അവൻ എന്നെ വെല്ലുവിളിച്ചോണ്ടാ നടക്കുന്നത്. എൻ്റെ വീടിൻ്റെ ഗേറ്റിൽ വന്ന് പോലീസ് ജീപ്പിൻ്റെ ബോണറ്റിൽ കയറി നിന്നോണ്ട് എന്നെ ചീത്ത വിളിച്ച്, അവൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് എന്നെ അപമാനിച്ച്, എൻ്റെ മോൻ കെട്ടാനിരിക്കുന്ന പെണ്ണിനെ അവൻ കെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കണം. എനിക്ക് കമ്മീഷൻ തരാതെ എൻ്റെ കടപ്പുറത്ത് അവൻ മീൻ വിൽക്കണം. അതിനൊക്കെ CIയോട് പറഞ്ഞാൽ മതി. എന്തായാലും അറസ്റ്റ് ഉറപ്പാ. പുതിയ CI ആള് മഹാമൊശടനാ. ലോക്കപ്പിലെടുത്തിട്ട് അവനെ ഇടിച്ചു പരത്തി സ്പോഞ്ചാക്കിയിട്ടേ കോടതിയിലോട്ട് ഹാജരാക്കത്തുള്ളൂ. പോരെങ്കി അവൻ ഗണേശൻ സാറിന് കൊടുത്ത പണിക്ക് പകരം അവനെ കൈ കിട്ടാൻ നോക്കിയിരിക്കുക മാരാരിക്കുളം സ്റ്റേഷനിലെ പോലീസ്. തനിക്കറിയാഞ്ഞിട്ടാ കാരക്കാട്ടുകാരുടെ പ്രതാപം. പോലീസും അധികാരിയും എല്ലാം കാരക്കാട്ടുകാരനവരാ. ഞങ്ങളാ കുറ്റവിചാരണ നടത്തുന്നതും ശിക്ഷ വിധിക്കുന്നതും. കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ ഔട്ട് ഹൗസിൽ ഇപ്പോഴും ഉണ്ട് അന്നത്തെ ലോക്കപ്പും ചങ്ങലയും കൂച്ചുവിലങ്ങും തടിപ്പൂട്ടും എല്ലാം. കാരക്കാട്ടുകാരനവർ മരണശിക്ഷ വിധിച്ച് നടപ്പാക്കിയ കാലമുണ്ടായിരുന്നു. എനിക്കൊരു കോള് വരുന്നു മുതലാളി, ഞാൻ പിന്നെ വിളിക്കാം.
ജോൺസൺ ഒഴിവൊഴിവ് പറഞ്ഞ് ഫോൺ വെച്ചു. അടുത്ത നിമിഷം കോൾ വരികയും ചെയ്തു. ജോൺസൺ റിസീവർ എടുത്ത് ചെവിയോട് ചേർത്തു. സർ, ആ ശൗരി കാണാൻ വന്നിട്ടുണ്ട്. കേറ്റുവിടണോ? ഹെഡ് കോൺസ്റ്റബിൾ വിജികുമാർ ആയിരുന്നു ലൈനിൽ. കേറ്റുവിട്. അയാൾ അതൃപ്തിയോടെ റിസീവർ വെച്ചു. മുഷ്ടിയുദ്ധത്തിൽ തന്നെ എതിരിട്ട് തോൽപ്പിച്ച തൻ്റെ അധികാരഗർവിനെ പിച്ചു ചീന്തിയ ഒരുവനെ വീണ്ടും അഭിമുഖീകരിക്കുന്നതിലുള്ള ഈർഷ്യ ജോൺസന്റെ മുഖത്ത് പ്രകടമായി. ഒരു കോൺസ്റ്റബിൾ ശൗരിക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് ജോൺസന്റെ മുമ്പിൽ നിർത്തി. താൻ പോ, ജോൺസൺ കോൺസ്റ്റബിളിനോട് പറഞ്ഞു. കോൺസ്റ്റബിൾ പോയി. സാറ് വീട്ടിൽ വന്ന് അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കടലിപ്പണിക്ക് പോയിരിക്കുമായിരുന്നു സാറേ. അന്വേഷിച്ചത് വേറൊന്നിനുമല്ല, തൻ്റെ പേരിൽ പരാതി കിട്ടിയിട്ടുണ്ട്. അതും അറിഞ്ഞു. ഭീഷണിപ്പെടുത്തിയെന്നല്ലേ? ഞാൻ ആൻ്റപ്പൻ പീറ്ററിൻ്റെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നല്ലേ? അതുതന്നെ. വല്ല തരത്തിലും ശത്രുത ഒഴിവാകുന്നെങ്കിൽ ഒഴിവായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാ സാറേ. അവരുടെ വാരിയല്ലേ ചവിട്ടി ഒടിക്കുമെന്ന് താൻ പറഞ്ഞോ? പറഞ്ഞതല്ലേ ഉള്ളൂ, ചെയ്തില്ലല്ലോ. താൻ വെറുതെ ഭീഷണിപ്പെടുത്തിയതാണോ? അല്ല സാറേ, ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്യും സാറേ. അങ്ങനെ ചെയ്താൽ അത് മതി താനൊരു 6 കൊല്ലം ജയിലിൽ കിടക്കാൻ. അത് ചുമ്മാ. എൻ്റെ വല്യമ്മച്ചിയുടെ വാരിയൽ 2 അവന്മാർ ചവിട്ടിയൊടിച്ചു. അവർക്കെതിരെ കേസുണ്ടോ? അവരെ അറസ്റ്റ് ചെയ്തോ? അവർക്ക് 6 കൊല്ലം ജയിൽ ശിക്ഷ കിട്ടിയോ? ഇല്ലല്ലോ. അത്രയൊക്കെ എനിക്കും കിട്ടത്തുള്ളൂ സാറേ. SI ജോൺസൺ നീരസത്തോടെ ശൗരിക്കുട്ടിയെ തന്നെ ഉറ്റുനോക്കി. സാറേ, തല്ലിയ വടി പിടിച്ചു വാങ്ങി കിട്ടിയ അടി പലിശ സഹിതം തിരിച്ചു കൊടുക്കണമെന്ന എൻ്റെ മനസ്സിലിരിപ്പ്. അതിലിപ്പം ന്യായവും നീതിയും ഒന്നും ഞാൻ നോക്കണില്ല സാറേ. അതിപ്പോൾ ജനിപ്പിച്ച തന്തയായാലും ശരി, ചേട്ടൻ്റെ ഭാര്യയുടെ അപ്പനായാലും ശരി, പോലീസായാലും ശരി. നിന്റെ മനസ്സിലിരിപ്പൊന്നും നടക്കില്ല ശൗരി. ഈ നാട്ടിൽ പോലീസും കോടതിയുമുണ്ട്. ഉണ്ടായിക്കോട്ടെ സാറേ, എന്നെ ആരും കൊന്നുകളഞ്ഞില്ലെങ്കിൽ ഞാൻ നടത്തും. നീ അനുഭവിക്കും. നീ ഒറ്റയാണെന്ന് നീ കരുതിക്കോ. നിനക്കെതിരെ നല്ല ഒന്നാന്തരം താപ്പാനകളുണ്ട്. ശൗരി മുന്നോട്ട് കുനിഞ്ഞ് മേശമേൽ 2 കൈയും ഊന്നിക്കൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഞാൻ ഒറ്റയല്ല സാറേ, എൻ്റെ പുറകിലുമുണ്ട് നല്ല ഒന്നാന്തരം കുട്ടിക്കൊമ്പന്മാർ. ജോൺസൺ അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. നിർഭയമാണ് അവ രണ്ടും. ക്രൗര്യമാണ് അവയിൽ മിന്നുന്നത്. ഇപ്പം ഞാൻ ലോക്കപ്പിൽ കയറണോ അതോ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഇവിടെ നിനക്ക് സ്വന്തം ജാമ്യത്തിൽ പോകാം. പരാതി അത്രയ്ക്കേയുള്ളൂ. പക്ഷേ നീ മാരാരിക്കുളം സ്റ്റേഷനിൽ ചെല്ലുമ്പം മൂക്കുകൊണ്ട് ഇക്ഷ വരയ്ക്കും. എബ്രഹാം മാത്യുവ CI. നിന്നെ പൂട്ടാനുള്ള ഒഫൻസൊക്കെ അവിടുണ്ട്. വളരെ ഉപകാരം സാറേ. ഞാൻ എവിടാന്ന് വെച്ചാൽ ഒപ്പിട്ടിട്ട് പോയിക്കോട്ടെ? പോയിക്കോ, ജോൺസൺ ദേഷ്യം അമർത്തിപ്പിടിച്ചു പറഞ്ഞു. സാറേ, ഞാൻ മുൻപൊരു കാര്യം പറഞ്ഞത് സാറ് മറക്കല്ല. നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. സാറിന് ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. എന്നെ ഉപദ്രവിക്കരുത്. വേറൊന്നും വേണ്ട. ശൗരിക്കുട്ടി ജോൺസന്റെ മുറിയിൽ നിന്നിറങ്ങി. കുഞ്ഞിന് പോകാൻ ഒരുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 2 ഡോക്ടർ ഉച്ചയ്ക്ക് ഡിസ്ചാർജ് എഴുതിയതാണ്. ബില്ലുകളെല്ലാം തീർത്തു കഴിഞ്ഞുവെന്ന് ജാനറ്റ് വന്നപ്പോൾ കുഞ്ഞിനോട് പറയുകയും ചെയ്തു. ഇനി ശൗരിക്കുട്ടി വരികയേ വേണ്ടൂ. കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ തന്നെ വരുമെന്ന് ജാനറ്റ് അവരോട് കട്ടായം പറഞ്ഞിട്ടുണ്ട്. 1/2 മണിക്കൂർ കൂടിയേ കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. ശൗരിക്കുട്ടി എത്തി. കുഞ്ഞണ്ണ പരിഭവത്തിൽ അവനെ നോക്കി. കെറിവിച്ചിരിക്കുവാണോ? ശൗരിക്കുട്ടി അവരോട് ചിരിച്ചു. വാ പോകാം. ശൗരി അവരെ താങ്ങി എണീപ്പിച്ചു. കക്ഷത്തിലൂടെ കൈയിട്ട് അവരെ നടത്തി. ജാനറ്റ് ലഗേജ് എടുത്തു. ഹോസ്പിറ്റലിന് വെളിയിൽ കാർ കാത്തു കിടപ്പുണ്ടായിരുന്നു. ശൗരിക്കുട്ടി പുഷ് ബാക്ക് സീറ്റ് ചായച്ചിട്ട് അതിലേക്ക് കുഞ്ഞണ്ണയെ ചാരിക്കിടത്തി. ബാക്ക് സീറ്റിൽ ജാനറ്റും കയറി. ശൗരിക്കുട്ടി മുൻസീറ്റിലിരുന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു, കാറെടുത്തോ, പതിയെ ഓടിച്ചാൽ മതി. വല്യമ്മച്ചിക്ക് കുലുക്കം തോന്നരുത്. ഡ്രൈവർ അങ്ങനെയാണ് കാർ ഓടിച്ചത്. 3/4 മണിക്കൂറിനുള്ളിൽ കാർ ചെല്ലി കടപ്പുറത്തെത്തി. കുഞ്ഞണ്ണയെ കാറിൽ നിന്നിറക്കി താങ്ങിപ്പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയതും ശൗരിക്കുട്ടി തന്നെയായിരുന്നു. കുഞ്ഞണ്ണ വീട് കണ്ട് കണ്ണുമിഴിച്ചു. വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു നീണ്ട ചായ്പ്. പരസ്പരം ലോക്ക് ചെയ്യാവുന്ന ഓടുകൊണ്ടുള്ള ഇഷ്ടികകൾ ഉപയോഗിച്ച് ഭിത്തി കെട്ടി 2 ദിവസത്തിനുള്ളിൽ പണി തീർത്ത് 2 മുറികളായി തിരിച്ച പുതിയ സംവിധാനം. ടെറാക്കോട്ട കളറിലുള്ള അലുമിനിയം ഷീറ്റിൻ്റെ മേൽക്കൂര. താഴെ നിലത്ത് ഭംഗിയുള്ള ഡിസൈനിൽ റെക്സിൻ ഷീറ്റ് വിരിച്ച് അതിനു മീതെ കയറ്റുപായ. ആ മുറികളിൽ ഒരെണ്ണം ഡെന്നിച്ചനും ഷീബ മേരിക്കുമുള്ളതാണ്. അടുത്തത് കുഞ്ഞണ്ണയ്ക്കും. അറ്റാച്ച്ഡ് ബാത്റൂമുകളുടെ പണി മാത്രം തീർന്നിട്ടില്ല. കുഞ്ഞണ്ണയെ കട്ടിലിൽ കിടത്തി അവരുടെ ഒപ്പം കുറച്ചുനേരം ഇരുന്ന് സംസാരിച്ച് സമാധാനിപ്പിച്ച ശേഷം ശൗരിക്കുട്ടി എഴുന്നേറ്റു. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. പോയിട്ട് വരാം വല്യമ്മച്ചി. എവിടെയാ? കുഞ്ഞണ്ണ തിരക്കി. മാരാരിക്കുളം പോലീസ് സ്റ്റേഷൻ. അവിടെ എന്നതാ? കുഞ്ഞണ്ണ വേവലാതിയോടെ നോക്കി.
എൻ്റെ പേരിലെന്തോ കേസുണ്ട്, പോയി തിരക്കിയിട്ട് വരാം. നീ ഒറ്റയ്ക്കാണോ പോണത്? അതൊന്നും സാരമില്ല വല്യമ്മച്ചി. ശൗരിക്കുട്ടി മുറിവിട്ടിറങ്ങി എമിലിയെ കണ്ടു പറഞ്ഞു. പോയിട്ട് വരാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ ശൗരിക്കുട്ടി? എമിലി ആശങ്കയോടെ അവനെ നോക്കി. ചിലപ്പം ലോക്കപ്പിലിടുമായിരിക്കും. ജാമ്യത്തിന് വക്കീലിനെ കൊണ്ടുപോയാലോ? സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടണമെന്നില്ല, കോടതി ഹാജരാക്കിയേക്കും. അത് ഇന്ന് തന്നെ നടക്കുമോ? ആ CIക്ക് എന്നോടുള്ള വിരോധം പോലിരിക്കും. എന്തായാലും പോകാതെ പറ്റത്തില്ലമ്മ. ശൗരിക്കുട്ടി കൂടുതൽ വിശദീകരിക്കാതെ ഇറങ്ങി നടന്നു. അധ്യായം 53. CI എബ്രഹാം മാത്യു ചെല്ലിക്കടപ്പുറത്തേക്ക് പോകാൻ വേണ്ടി മേശ പൂട്ടി എണീറ്റപ്പോഴാണ് കോൺസ്റ്റബിൾ ശശിധരൻ വാതിൽക്കലെത്തിയത്. എന്താടോ, താൻ വരുന്നില്ലേ എൻ്റെ കൂടെ? സർ. ശശിധരൻ സല്യൂട്ടടിച്ചു. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല സർ, അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആര്? ശൗരിയോ? അതെ സർ, SIയുടെ റൂമിന് വെളിയിൽ നിൽപ്പുണ്ട്. ഓഹോ, അവൻ ഒറ്റയ്ക്കാണോ അതോ ആരെങ്കിലും കൂടെയുണ്ടോ? ഒറ്റയ്ക്കാണ് സർ, കൂടെ ആരെയും കണ്ടില്ല. അപ്പോൾ ചെല്ലിക്കടപ്പുറത്തേക്കുള്ള പോക്ക് ക്യാൻസൽ ചെയ്തെന്ന് താൻ തന്നെ ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞേക്ക്. അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ശശിധരൻ പോയി. 5 മിനിറ്റിനുള്ളിൽ അയാൾ ശൗരിയെ കൂട്ടിക്കൊണ്ടുവന്നു. ശൗരി CIയുടെ ഓഫീസ് റൂമിൻ്റെ വാതിൽക്കൽ ഭവ്യതയോടെ നിന്നു. സർ, ഇവനാണ് ശൗരി. ശശിധരൻ തൻ്റെ മേലധികാരിക്ക് പരിചയപ്പെടുത്തി. ഇങ്ങോട്ട് വരണം. CI ചൂണ്ടുവിരൽ കൊണ്ട് ആംഗ്യം കാട്ടി വിളിച്ചു. ശൗരിക്കുട്ടി അകത്തേക്ക് കയറി വന്നു. ഇവിടെ വാടാ, ഇവിടെ. CI തൻ്റെ മേശയുടെ വലതു ഭാഗത്തേക്ക് ചൂണ്ടിക്കാട്ടി. ശൗരിക്കുട്ടി അതേ സ്ഥലത്ത് ചെന്ന് നിന്നു. നീയാണോടാ ചെല്ലിക്കടപ്പുറത്തെ പുതിയ അവതാരപുരുഷൻ? പുതിയതല്ല സാറേ, ജനിച്ചു വീണത് ചെല്ലിക്കടപ്പുറത്താണ്. നീ വലിയ അഭ്യാസിയാണെന്ന് ജോൺസൺ പറഞ്ഞു. ശരിയാണോടാ? അങ്ങനൊന്നുമില്ല സാറേ. അടി വന്ന തടയാനുള്ള ചില ഉപായങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആരടിച്ചാലും നീ തടയോ? എങ്ങനെ അടിച്ചാലും തടയോ? എവിടെ അടിച്ചാലും നീ തടയോ? ചിലതൊക്കെ തടയും, ചിലപ്പോൾ ഒഴിഞ്ഞു മാറും. CI എഴുന്നേറ്റു. ഞാൻ നിനക്കിട്ട് ഒരു അടിയടിക്കാൻ പോകുക, നീ തടയോ? എങ്കിലതൊന്ന് കാണട്ടെ. അടിക്കാനുള്ള പാകത്തിൽ കൈപ്പാങ്ങിന് നിന്നുകൊണ്ട് CI വെല്ലുവിളിച്ചു. സാറടിച്ച അടി കൊള്ളുന്നിടം കൊണ്ട് ഞാൻ തടയും സാറേ. ശൗരിക്കുട്ടി കൂസലന്യെ പറഞ്ഞു. നീ കളിയാക്കുന്നോടാ മോനെ. പറഞ്ഞതും CI മിന്നൽ വേഗത്തിൽ വലങ്കൈ ആഞ്ഞു വീശിയതും ഒപ്പം കഴിഞ്ഞു. അടി വരുന്നത് ശൗരി നൊടിയിടയിൽ കണ്ടു. ശൗരി മുഖമൽപ്പം ചരിച്ച് അടി പതിയും മുൻപ് മുന്നോട്ടൊന്ന് വെട്ടിച്ചു. അടിയോളം തന്നെ ഊക്കിലും വേഗത്തിലുമായിരുന്നു മുഖചലനം. CI എബ്രഹാം മാത്യുവിൻ്റെ അടി ശൗരിയുടെ താടിയെല്ലിലാണ് പതിഞ്ഞത്. കന്നമറും പോലെ തൊണ്ടയിൽ നിന്നുയർന്ന ഞരക്കം എബ്രഹാം മാത്യു കടിച്ചമർത്തി. വലതുകരം പാറമേൽ തല്ലിയ ചേമ്പിൻ തണ്ട് പോലെ ചതഞ്ഞ് താഴേക്ക് തൂങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് എബ്രഹാം മാത്യുവിന് മനസ്സിലായതുപോലുമില്ല. അടിച്ചു, അടി കൊള്ളിടത്ത് തന്നെ കൊണ്ടു. പക്ഷേ അടിച്ച കൈ തകർന്നിരിക്കുന്നു. ശൗരി മരക്കുറ്റി പോലെ നിൽക്കുന്നു. CIയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. എത്ര നിയന്ത്രിച്ചിട്ടും അത് തടയാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് അസഹനീയമായിരുന്നു വേദന. വലതു കൈ വീണ്ടും ഉയർത്താൻ പോലും കഴിഞ്ഞില്ല. സാറിന് എന്നെ എത്ര വേണമെങ്കിലും അടിക്കാം. സാറിന് അതിനുള്ള പവറുണ്ട്. ഞാനിങ്ങനെ വെറുതെ നിന്നു തരും. നാണക്കേടാകുമല്ലോ എന്ന് ശങ്കിച്ച് എബ്രഹാം മാത്യു തൻ്റെ കൈയിലേക്ക് നോക്കിയതുപോലുമില്ല. കണ്ണുനീർ തുളുമ്പുമെന്നായപ്പോൾ അയാൾ മുഖം തിരിച്ചു കളഞ്ഞു. എന്നിട്ട് കണ്ണിലെ കരട് തൂക്കുന്നതായി ഭാവിച്ചുകൊണ്ട് വിരൽ കൊണ്ട് കണ്ണീർ വടിച്ചെറിഞ്ഞു. ശൗരിയുടെ മുഖത്തേക്ക് നോക്കാൻ അയാൾക്ക് ലജ്ജ തോന്നി. അത് പുറമേ കാണിക്കാതെ വാതിൽക്കൽ നിന്ന് ശശിധരനോട് പറഞ്ഞു. ഇവനെ കൊണ്ടുപോയി ലോക്കപ്പ് ചെയ്യുക. ശശിധരൻ അപ്പോൾ തന്നെ ശൗരിക്കുട്ടിയെ CIയുടെ മുറിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവർ പോയ ശേഷം എബ്രഹാം മാത്യു കസേരയ്ക്കപ്പുറത്തേക്ക് തൂങ്ങിക്കിടന്ന് തൻ്റെ വലതുകരം ഉയർത്താൻ ശ്രമിച്ചു. അതു വിഫലമായി. ഇടതു കൈകൊണ്ട് താങ്ങിപ്പിടിച്ച് ദുസ്സഹമായ വേദന കടിച്ചമർത്തി അയാൾ വലതു കൈ കണ്ണിന് മുന്നിലേക്ക് ഉയർത്തി. നിമിഷങ്ങൾക്കുള്ളിൽ അത് നീരുവന്ന് ചീർത്ത് ഇരവിഴുങ്ങിയ പെരുമ്പാമ്പിൻ്റെ വയർ പോലെയായി. എത്ര പേരുടെ ചേട്ടത്തടിച്ച കൈയാണിതെന്ന് ആ നിമിഷം CI എബ്രഹാം ഓർത്തു. കുറ്റവാളികളെ മാത്രമല്ല നിരപരാധികളെയും അടിച്ചിട്ടുണ്ട്. അതെല്ലാം പോലീസ് ഉദ്യോഗത്തിൻ്റെയും കുറ്റം തെളിയിക്കലിൻ്റെയും ഭാഗമാണ്. പലരും അടിയേറ്റ് തലകറങ്ങി വീണിട്ടുണ്ട്. ചിലരുടെ ചെവി അടഞ്ഞു പോയിട്ടുണ്ട്. അബോധാവസ്ഥയിലായവരുമുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു അനുഭവം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നിമിഷം തോറും വേദന കൂടിക്കൂടി വരുന്നു. കയ്യിൽ നീര് വന്ന് പിന്നെയും വീർക്കുന്നു. ഹോസ്പിറ്റലിൽ പോവുകയല്ലാതെ മാർഗമില്ലെന്ന് എബ്രഹാം മാത്യുവിന് ബോധ്യപ്പെട്ടു. അപ്പോൾ തന്നെ ഡ്രൈവറെ വിളിച്ച് വണ്ടി ഇറക്കാൻ പറഞ്ഞു. അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു. സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് ദൂരം ഇരട്ടിയാണെന്ന് തോന്നി. ഓരോ ചുവടുവയ്പിലും കൈ അനങ്ങുന്നു. വിരലുകളുടെ അറ്റം മുതൽ കൈമുട്ടിലൂടെ തോളിലൂടെ
നാരു വേരുപടലം പോലെ വേദന തോൾപ്പലകയിലേക്കും പിൻകഴുത്തിലേക്കും പടർന്നു കയറുന്നു. CI ജീപ്പിലേക്ക് കയറിയിരിക്കാൻ ഏറെ ബുദ്ധിമുട്ടി. കൈ മടക്കാൻ വയ്യ. വേദന. ജീപ്പ് ഒരു ഗട്ടറിൽ ചാടിയപ്പോൾ വലതു കൈയിൽ വേദനയുടെ പൂത്തിരി കത്തിച്ചിതറി. ഹോസ്പിറ്റലിലെത്തി. ഓർത്തോയുടെ ഡോക്ടറെ ഉടൻ തന്നെ കാണണമെന്ന് അറ്റൻഡറോടും ഡ്യൂട്ടി നഴ്സിനോടും ആവശ്യപ്പെട്ടു. ചീട്ടെടുത്ത് ക്യൂവിൽ കാത്തുനിന്നവരെ പിന്തള്ളി CI ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൽ കിടന്നു. ഇടത് കൈകൊണ്ട് വലം കൈ ഉയർത്തി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സുദീപ് സുന്ദർ ആ കൈത്തലം പിടിച്ചപ്പോൾ എബ്രഹാം മാത്യു ഷോക്കേറ്റ പോലെ ഞെട്ടിഞ്ഞിറങ്ങി. ഇതെന്തു പറ്റിയതാ? ആക്സിഡൻ്റ് ആണോ? ഡോക്ടർ തിരക്കി. അതെ, CI പറഞ്ഞു. എക്സ്റേ എടുക്കണം. ഡോക്ടർ വേഗം പ്രിസ്ക്രിപ്ഷൻ പാഡ് എടുത്ത് വെച്ച് എക്സ്റേക്ക് കുറിച്ചു. കൈ ചതഞ്ഞിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. അതിന് എക്സ്റേ വേണോ ഡോക്ടർ? ഫ്രാക്ചറുണ്ട്, ഒരു സംശയവും വേണ്ട. ഡോക്ടർ, പെയിൻ സഹിക്കാൻ വയ്യ. എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ തരണം. ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കുറിച്ച് നഴ്സിനെ വിളിച്ച് അക്കൂടെ എബ്രഹാം മാത്യുവിനെ പറഞ്ഞയച്ചു. 1 മണിക്കൂറിന് ശേഷം എബ്രഹാം മാത്യു എക്സ്റേ ഫിലിമുകളുമായി ഡോക്ടറുടെ മുറിയിലെത്തി. എക്സ്റേ ഷീറ്റുകൾ വെളിച്ചത്തിന് നേർക്ക് പിടിച്ച് പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, 3 വിരലുകൾക്ക് ഫ്രാക്ചറുണ്ട്. കൈപ്പത്തിയിൽ നിന്ന് വിരലുകൾ തുടങ്ങുന്ന ഭാഗത്താണ് ഫ്രാക്ചർ. ഇതെങ്ങനെ സംഭവിച്ചു? കൈ നിലത്തടിച്ച് വീണോ? വീണതല്ല, പക്ഷേ ഇതിപ്പോൾ നിസ്സാരമല്ല. 1.5 മാസം പ്ലാസ്റ്റർ ഇട്ട് നടക്കേണ്ടി വരും. പ്ലാസ്റ്റർ ഇടണമെങ്കിൽ കയ്യിലെ നീര് കുറയണം. അതുവരെ ഒരു ആംസ്ലിംഗ് പൗച്ച് ഇടേണ്ടി വരും. പെയിനുള്ള ടാബ്ലറ്റ്സ് ഞാൻ കുറിച്ച് തരാം. എന്തായാലും റെസ്റ്റ് എടുത്തേ പറ്റൂ. ഇതെങ്ങനെ സംഭവിച്ചതാണെന്ന് പറയാമോ? ഡോക്ടറോട് സത്യം പറയണമെന്നാണല്ലോ. ഒരു ക്രിമിനലിനെ അടിച്ചതാണ്. ഡോക്ടർക്ക് ആശ്ചര്യമായി. ഒരാളെ അടിച്ചാൽ കൈ ഇങ്ങനെ ഫ്രാക്ചറാകുമോ? ഞാൻ മെഡിസിന് പഠിച്ച 7 വർഷവും പിന്നത്തെ 15 വർഷത്തെ സർവീസിലും ഇങ്ങനെയൊരു സംഭവം കേട്ടിട്ടില്ല. എൻ്റെ സർവീസ് എക്സ്പീരിയൻസിലും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ. പക്ഷേ സംഗതി ശരിയാണ്. ശൗരി എന്നാണ് അവൻ്റെ പേര്. കുഴപ്പക്കാരനാ. അവൻ്റെ ചെകിട്ടത്ത് ഞാനൊരടി കൊടുത്തു, അത്രയുള്ളൂ. ഡോക്ടർ അവിശ്വാസത്തോടെ തലയാട്ടി. ഏയ്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. മനുഷ്യ ശരീരത്തിൽ എവിടെയടിച്ചാലും ഇങ്ങനെ ഫ്രാക്ചർ ഉണ്ടാവില്ല. പാറയല്ലല്ലോ മനുഷ്യൻ്റെ മുഖം. എനിക്കും വിശ്വാസം വരുന്നില്ല ഡോക്ടർ. പക്ഷേ അവനൊരു അഭ്യാസിയാണ്. എന്ത് അഭ്യാസിയാണെങ്കിലും അടിച്ചത് താങ്കളല്ലേ, അയാളല്ലല്ലോ? ഡോക്ടർ ചോദിച്ചു. എവിടെയാണ് നിങ്ങൾ അടിച്ചത്? കൈ എന്തായാലും റെസ്റ്റ് എടുത്തേ പറ്റൂ. ഇതെങ്ങനെ സംഭവിച്ചതാണെന്ന് പറയാമോ? കൈ അലമാരയിലോ ഇരുമ്പ് തൂണിലോ ചെന്ന് കൊണ്ടിരുന്നോ? അവനോട് ഞാൻ അഭ്യാസിയാണോയെന്ന് ചോദിച്ചു. അടി തടയാനുള്ള വിദ്യ അറിയാമെന്ന് അവൻ പറഞ്ഞു. എങ്ങനെ തടയും എന്ന് ചോദിച്ചപ്പോൾ അടി കൊള്ളുന്നിടം കൊണ്ട് തടയും എന്ന് പറഞ്ഞു. അതെന്നെ ആക്കിയതാണെന്ന് തോന്നി. കൈ നിവർത്തി സർവ്വശക്തിയും എടുത്ത് ഞാൻ അടിച്ചു. എൻ്റെ കൈവീശലിനേക്കാൾ സ്പീഡിൽ അവൻ മുഖമൊന്ന് വെട്ടിച്ചു. ഡോക്ടർ CIയുടെ കൈയിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കി. അവൻ പറഞ്ഞത് വെറുതെയല്ല, അഭ്യാസിയാണ്. കൊള്ളുന്നിടം കൊണ്ട് തടയുകയല്ല, കൊള്ളുന്നിടം കൊണ്ട് തിരിച്ചടിക്കുക അവൻ ചെയ്തത്. താങ്കൾ 100 മൈൽ സ്പീഡിലാണ് കൈ വീശിയതെങ്കിൽ അവൻ അതിനേക്കാൾ സ്പീഡില്ല ആ അടിയേറ്റത്. അവൻ്റെ താടിയെല്ലുകൊണ്ടാ അവൻ അടിയെ നേരിട്ടത്. അവനെ എന്തു ചെയ്തു? ലോക്കപ്പ് ചെയ്തു. തിരിച്ചു ചെന്നിട്ട് വേണം ബാക്കി നടപടി. താങ്കൾ ഇനി കൈ അനങ്ങുന്ന ഒരു പണിക്കും പോകരുത്. ആ കൈക്ക് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കണം. CI എബ്രഹാം മാത്യു ഉവന്ന് തലയാട്ടി. കൈ ആംസ്ലിംഗ് പൗച്ചിലിട്ട് ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്നുകളും വാങ്ങി അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചുപോയി. ജീപ്പിൽ നിന്ന് ഇറങ്ങും മുൻപ് ആംസ്ലിംഗ് പൗച്ച് അഴിച്ചു മാറ്റിവെച്ചു. അതുമായി സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് പരിഹാസ്യമായി അയാൾക്ക് തോന്നി. ശൗരിക്കുട്ടിയെ അടച്ചിട്ട ലോക്കപ്പിന് മുന്നിൽ ചെന്ന് അയാൾ നിന്നു. ശൗരിക്കുട്ടി നിലത്തിരിക്കുകയായിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ കൈകൾ മാറത്ത് കെട്ടിയിട്ട് എബ്രഹാം മാത്യു ആജ്ഞാപിച്ചു. എഴുന്നേൽക്കട. ശൗരിക്കുട്ടി എഴുന്നേറ്റു. ഇങ്ങടുത്തു വാടാ. ശൗരിക്കുട്ടി വാതിലിനടുത്തേക്ക് വന്നു. എബ്രഹാം മാത്യു ഇരുമ്പഴിക്കുള്ളിലൂടെ ഇടതുകൈ അകത്തേക്കിട്ട് ശൗരിക്കുട്ടിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. രാത്രി ആയിക്കോട്ടെ. സാറ് വരാൻ പറഞ്ഞിട്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നത്. എൻ്റെ പേരിലുള്ള കേസെന്താ, പരാതി എന്താ എന്നൊന്നും പറഞ്ഞില്ല. അത് പറഞ്ഞ ഒരു സമാധാനമുണ്ടായിരുന്നു. നിന്റെ പേരിൽ ഒന്നല്ല, 4 പരാതികളാ. നീ ആൻ്റപ്പൻ എന്നൊരുത്തൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവരെ ഉപദ്രവിച്ചു. സൈമൺ തരകൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുൻപിൽ ചെന്ന് പോലീസ് ജീപ്പിൻ്റെ മുകളിൽ കയറി നിന്ന് അയാളെ വെല്ലുവിളിച്ചു. അയാളുടെ വീട്ടിലേക്ക് വന്ന അതിഥികളെ അപമാനിച്ചു. അതിനെല്ലാം മുൻപ് നിന്റെ പേരിൽ പുളുങ്കുന്ന് പോലീസ് സ്റ്റേഷനിലും നെടുമുടി പോലീസ് സ്റ്റേഷനിലും പരാതിയുണ്ട്. കൈനകരി നോർത്തിലെ ഒരു റിസോർട്ട് അടിച്ചു തകർക്കുകയും അവിടുള്ള ജോലിക്കാരെയും താമസക്കാരെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത കേസ്. സാറേ,
അതിനെല്ലാം മുൻപ് വേറൊരു കേസുണ്ട്. 10 കൊല്ലം മുൻപ് ശൗരിക്കുട്ടി എന്നൊരു ബാലനെ കാണാതായി. അവനെ കൊന്ന് കൊണ്ടുപോയി കടലിൽ കെട്ടിത്താഴ്ത്തിയ കേസ്. സൈമൺ തരകനെതിരെ എൻ്റെ അമ്മയും ആക്ഷൻ കമ്മിറ്റിയും കൊടുത്ത പരാതികൾ. അതേപ്പറ്റി സാർ എന്തെങ്കിലും തിരക്കിയോ? ശൗരിക്കുട്ടി ചോദിച്ചു. അത് കള്ളപ്പരാതിയാണെന്ന് തെളിഞ്ഞില്ലേ? നീ ഇപ്പം ജീവനോടെ ഉണ്ടല്ലോ. സാറേ, പരാതി നിലവിലുണ്ടല്ലോ. ഒരാളെ കാണാണ്ടായ അയാളുടെ ശവമെങ്കിലും കണ്ടുകിട്ടണതുവരെ കേസ് തീരണില്ലല്ല. ഞാൻ തിരിച്ചു വന്നപ്പം ഏതെങ്കിലും പോലീസ് അന്വേഷിച്ചോ ഞാൻ എവിടെ ആയിരുന്നെന്ന്, എനിക്കെന്നതാ സംഭവിച്ചെന്ന്? എന്നെ ആരെങ്കിലും കൊല്ലാൻ കൊണ്ടുപോയതാണോ അതോ ഞാൻ ഒളിച്ചോടി പോയതാണോന്ന് ശൗരിക്കുട്ടി ശൗര്യം വിടാതെ ചോദിച്ചു. ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ കേസുകളൊക്കെ പഠിച്ചു വരുന്നതേയുള്ളൂ. എനിക്കിപ്പം എൻ്റെ കയ്യിൽ കിട്ടിയ പരാതികളെ പ്രധാനം. പഴയ കേസുകളൊക്കെ പിന്നീട് പരിഗണിക്കും. അത് മതി, പരിഗണിച്ചാൽ മതി. എൻ്റെ പേരിൽ ഇനിയും കേസുകൾ വരും സാറേ. അതിൽ പലതിലും ഞാൻ കുറ്റക്കാരനായിരിക്കും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റങ്ങളാ, അറിയാണ്ട് ചെയ്യണതല്ല. അറിവില്ലാത്ത പ്രായത്തെ ഞാൻ ഒരുപാട് സഹിച്ചതാ. നീതിയും നിയമവും പൈസയുടെ കൂടെ നിൽക്കത്തുള്ളെന്ന് എനിക്കറിയാം സാറേ. എൻ്റെ കയ്യിൽ പൈസയുണ്ട്. സൈമൺ തരകന് പകരം വരാൻ പോണ തരകൻ ഞാനാ. സൈമൺ തരകനെ ഞാൻ പൊളിക്കും. എതിർക്കുന്നവരെ എല്ലാം പൊളിക്കും. അതിനുള്ള ചങ്കൂറ്റവും ഈടും ഉണ്ട് സാറേ. അല്ലെങ്കിൽ സാറിനെ ലോക്കപ്പിലിട്ട് ഇന്ന് രാത്രി തന്നെ കൊല്ലണം. എബ്രഹാം മാത്യു ശൗരിയെ അടിമുടി നോക്കി. ഒത്ത ശരീരം, കൈത്തണ്ടകൾ കണ്ടാലറിയാം കായബലം. മാംസളതയല്ല, കവിളെല്ലുകളും താടിയെല്ലുകളും ഉയർന്ന മൂക്കും പരന്ന നെറ്റിയുമാണ് ചതുരമുഖത്തിൻ്റെ പ്രത്യേകതകൾ. എബ്രഹാം മാത്യു ഒന്നും മിണ്ടാതെ തൻ്റെ ഓഫീസിലേക്ക് പോയി. സ്ലിങ്ങിടാത്തതുകൊണ്ട് കൈ വേദനിക്കുന്നുണ്ടായിരുന്നു. കോൺസ്റ്റബിൾ ശശിധരനെ വിളിച്ച് അയാൾ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോണു. അവനെ വേണ്ട പോലെ കൈകാര്യം ചെയ്താക്കണം. പുറമേ പരുക്കുകളൊന്നും കാണരുത്. നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. തുണിയിൽ പൊതിഞ്ഞ ഇഷ്ടികയും കിലോ കട്ടിയും ഉപയോഗിക്കാം. തകരാത്ത ഒരൊറ്റ മസിൽ പോലും അവൻ്റെ കയ്യിലും കാലിലും ഉണ്ടാകരുത്. പുന്നപ്രയിൽ നിന്ന് ഗർവാസിസിനെ കൂടി വിളിച്ചോ. അവൻ കൈവച്ച 6 മാസത്തിനകം സിദ്ധി കൂടിക്കൊള്ളും. ശശിധരൻ തലയാട്ടി സമ്മതിച്ചു. അഭ്യാസിയാണവൻ. വിലങ്ങിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. വീണു കഴിയുമ്പോൾ വിലങ്ങഴിച്ച് മാറ്റിയേക്കണം. അത്രയും കൂടി പറഞ്ഞിട്ട് എബ്രഹാം മാത്യു ഓഫീസിൽ നിന്നിറങ്ങി ബൊലീറോ ജീപ്പിൽ ചെന്ന് കയറി. ആംസ്ലിംഗ് പൗച്ച് വലം കൈയിൽ ഘടിപ്പിച്ചു. എന്തൊരാശ്വാസം. ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറഞ്ഞ് അയാൾ സീറ്റിൽ ചാരിക്കിടന്നു. ഇടത് കൈകൊണ്ട് മൊബൈൽ ഫോൺ എടുത്തു. പുന്നപ്ര സ്റ്റേഷനിലേക്ക് വിളിച്ച് ഹെഡ് കോൺസ്റ്റബിൾ ഗർവാസിസിനെ വൈകുന്നേരം മാരാരിക്കുളം സ്റ്റേഷനിലേക്ക് അയക്കണമെന്ന് നിർദ്ദേശിച്ചു. രാത്രി 11 മണി കഴിഞ്ഞു. ഗർവാസിസ് 8 മണിക്ക് എത്തിയിരുന്നു. 6.25 അടി ഉയരവും അതിനൊത്ത തടിയുമുണ്ട് അയാൾക്ക്. വന്നയുടനെ അയാൾ ലോക്കപ്പിൻ്റെ മുന്നിൽ ചെന്ന് കൈകാര്യം ചെയ്യേണ്ട ഉരുവിനെ കണ്ടു. ഒരുത്തനെ ഇങ്ങനെ ഇടിച്ചൊതുക്കാൻ കിട്ടുന്നത് ഗർവാസിസിനൊരു ഹരമാണ്. ഓരോ ഇടിയും അയാളെ ഉത്തേജിപ്പിക്കും. പൈശാചികമായ ഒരു ഉന്മാദത്തിൽ അയാളുടെ ശരീരം ത്രസിക്കും. ചുടുചോരയ്ക്കും ഇളം മാംസത്തിനും വേണ്ടി കൊതിക്കുന്ന ചെന്നായുടെ ആക്രാന്തമാണ് പിന്നെ. ക്രൂരമർദ്ദനത്തിൻ്റെ പേരിൽ പലപ്പോഴും സസ്പെൻഷനും ട്രാൻസ്ഫറും കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ പദവിയിൽ ഇരിക്കേണ്ട ആളാണ് ഗർവാസിസ്. 11:30 മണിയായി. നാഷണൽ ഹൈവേ 47-ൽ വാഹനങ്ങളുടെ നീക്കം നന്നേ കുറഞ്ഞു. സ്റ്റേഷന്റെ അടിത്തറയെ വിറപ്പിച്ചുകൊണ്ട് ഭാരവണ്ടികൾ ഇടയ്ക്കിടെ കടന്നുപോയി. ഗർവാസിസും 5 കോൺസ്റ്റബിൾമാരും കൂടി ലോക്കപ്പിന് മുന്നിലെത്തി. ശൗരിക്കുട്ടി നിലത്ത് ചുമരും ചാരിയിരുന്ന് കാൽമുട്ടുകളിലേക്ക് മുഖം വെച്ച് ഉറക്കം തൂങ്ങുകയാണ്. വാതിൽക്കൽ നിന്നവരുടെ നിഴലുകൾ കമ്പിയഴികൾക്കിടയിലൂടെ അവൻ്റെ മേൽ വീണു. കോൺസ്റ്റബിളിൽ ഒരാൾ മെല്ലെ ലോക്കപ്പിൻ്റെ പൂട്ട് തുറന്നു. ശബ്ദമുണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ശൗരിക്കുട്ടിയുടെ പൂച്ചച്ചെവികൾ അപകടം പിടിച്ചെടുത്തു. അവൻ ഉണർന്നു. ഗർവാസിസും മറ്റ് 5 പേരും ലോക്കപ്പിൽ കടന്നു. അവരുടെ കയ്യിൽ തുണിയിൽ പൊതിഞ്ഞ കിലോ കട്ടികളും ചുടുകട്ടകളും ഉണ്ടായിരുന്നു. ശൗരിക്കുട്ടി എഴുന്നേറ്റ് ചുമർ ചാരി നിന്നു. ഒരാൾ ലോക്കപ്പ് അടച്ച് ഒടാമ്പിലിട്ടു. അകത്ത് ലൈറ്റ് തെളിഞ്ഞു. 3 പേർ വീതം ശൗരിയുടെ ഇരുവശത്തുമായി ചെന്ന് നിന്നു. ഒരാൾ ശൗരിയുടെ നേർക്ക് കൈവിലങ്ങ് നീട്ടിക്കാണിച്ചു. എന്നെ വിലങ്ങ് വയ്ക്കാനാണോ 6 പേർ? ഞാൻ എതിർക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ഒരിക്കലുമില്ല. ദാ, നിങ്ങൾ സൗകര്യമായിട്ട് വിലങ്ങ് വെച്ചോ. 2 പേർ വീതം അവൻ്റെ ഓരോ കൈയിലും കടന്നു പിടിച്ചു. നിന്നെ അങ്ങനെയല്ല വിലങ്ങ് വയ്ക്കാൻ പോകുന്നേ. കൈ പിറകിലോട്ട് പിടി, ഗർവാസിസ് പറഞ്ഞു. ശൗരിക്കുട്ടിയുടെ കൈ രണ്ടും അവർ ബലമായി പുറകോട്ട് വളച്ചുകൊണ്ടുപോയി വിലങ്ങണിയിച്ചു. CI അദ്ദേഹം വീട്ടിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോയത്. നിന്നെ ഒരു മര്യാദക്കാരനാക്കണമെന്ന്. ഹെഡ് കോൺസ്റ്റബിൾ രവീന്ദ്രൻ പറഞ്ഞു. ഞാൻ മര്യാദക്കാരനാ സാറേ. മര്യാദക്കാരോട് ഞാൻ എന്നും മര്യാദയായിട്ടേ പെരുമാറിയിട്ടുള്ളൂ.
ശൗരിക്കുട്ടി വിനയത്തോടെ പറഞ്ഞു, സാറേ, എത്ര വലിയ മുട്ടാളനെയാണെങ്കിലും ഇങ്ങനെ കൈ പുറകോട്ട് വെച്ച് വിലങ്ങിട്ട് പൂട്ടിയിട്ട് ഇടിക്കുന്നത് മോശമല്ലേ? ഞാൻ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ. കുറ്റം തെളിയിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. ഇതങ്ങനാണോ? ചെയ്ത കുറ്റമെല്ലാം ഞാൻ സമ്മതിച്ചില്ലേ? നീ വലിയ അഭ്യാസിയല്ലേട നായിൻ്റെ മോനെ. നീ CI അദ്ദേഹത്തോട് എന്താ ചെയ്തേ? അദ്ദേഹത്തിൻ്റെ വലത് കൈ അനക്കാൻ വയ്യല്ലോ. ശശിധരൻ ചോദിച്ചു. ഞാനൊന്നും ചെയ്തില്ലല്ലോ. സാറ് കണ്ടോണ്ട് നിന്ന ആളല്ലേ. CI സാറ് എൻ്റെ ചെകിട്ടത്തടിച്ചു. ഞാൻ അനങ്ങാണ്ട് നിന്നുകൊണ്ടു. എടാ, നീ അർത്തുങ്കലെ ജോൺസൺ സാറിനോട് എന്താ ചെയ്തേ? ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് ആ സാറ് ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇന്നലെയും സ്റ്റേഷനിൽ വെച്ച് കണ്ട് വളരെ സന്തോഷമായിട്ടാണ് പിരിഞ്ഞേ. ഞാൻ വല്ലതും ചെയ്തെങ്കിൽ സാറ് എൻ്റെ പേര് കേസ് കൊടുക്കൂലേ? ശൗരിക്കുട്ടി ചോദിച്ചു. ഇവനോട് സംസാരിക്കാൻ നിൽക്കണ്ട, ആരെങ്കിലും ഒന്ന് തുടങ്ങി വയ്ക്ക്, രവീന്ദ്രൻ പറഞ്ഞു. ശശിധരന് ഒരു ഉൾപ്പേടിയുണ്ടായിരുന്നു. അയാൾ ഗർവാസിസിനെ നോക്കി. സാറ് തന്നെ ഉദ്ഘാടനം ചെയ്യേ സാറേ. ഗോദയിലെത്തിയ ബോക്സിംഗ് ചാമ്പ്യനെ പോലെ മുഷ്ടികൾ കൂട്ടിയിടിച്ച് ഗർവാസിസ് ശൗരിയുടെ മുൻപിൽ വന്നു നിന്നു. ശൗരിയെ നോക്കി ഒന്ന് പല്ലിളിച്ചു. അടുത്ത ഭാഗം നാളെ.